അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ വഞ്ചക പ്രസ്ഥാനമാണ് പല വിഭാഗങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത. വിശ്വാസകാര്യങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തുമായല്ല, മറിച്ച് അഹ്ലുസുന്നത്തിന്റെ കൊടിയ ശത്രുക്കളായ ഷിയാക്കളുമായാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സാമ്യതയുള്ളത്. കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ, അവിടെ ഉറൂസിന്റെ പേരിൽ നടക്കുന്ന കൂത്താട്ടങ്ങൾ, മാലകൾ, മൗലിദുകൾ, കുത്തറാത്തിബുകൾ എന്നുവേണ്ട ഒരു ശരാശരി സമസ്തക്കാരന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നക്സുകൾ പോലും ഷിയായിസത്തിൽ നിന്നും ഇവർ കടമെടുത്തതാണ്. ഇതെല്ലാം കാലങ്ങളായി കേരളത്തിലെ സലഫികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഷിയായിസത്തിന്റെ പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള കടന്നുകയറ്റത്തിന്റെ അതിപ്രസരം കാരണം കേരളത്തിലെ സമസ്തയുടെ നേതാക്കൾക്ക് തന്നെ ഇത് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഷിയായിസം കേരളത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും കേരളത്തിലെ സമസ്തയുടെ വിവിധ പണ്ഡിതന്മാർ പലപ്പോഴായി പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പ്രമുഖ പണ്ഡിതന്റെ വിലയിരുത്തൽ കാണുക. ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നസാണെന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അത് വിശദമായി പറയേണ്ട സമയം എന്നാ ഞാൻ പറഞ്ഞ എപ്പോഴും സമയം അതാണ്. ഇത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ ഇത് നടക്കുന്ന സുന്യാളുടെയിലുണ്ട്. അധാരണ ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല, കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാഹ്, അത്യോഷ് ഷാഹ്, മറ്റേ ഷാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും തൽക്കാലം ഷാഹായിരുന്നു. ഇത് തരീഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം മലബാറിന്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാര് ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മരീസങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുത്ത് അവർ തങ്ങന്മാരാണ്, ശൈഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഖ്ദൂമി തങ്ങന്മാർ, മഖ്ദൂമി ഉലമാക്കൾ അവരുടെ തനിനിറം തുറന്നു കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് 40 ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച ചരിത്രപ്പറ്റി ചെറുപ്പക്കാരുട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടക്കി പോയതാണ്. എങ്കിലും അതിന്റെ ഇടയ്ക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നൈസാണ്. കേട്ടല്ലോ, ഇത് ഏതെങ്കിലും ആപ്പ ഊപ്പ ചോട്ടാ മൊല്ലല്ല ഈ പറയണത്. ഇത് കാന്തപുരം വിഭാഗത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതനാണ് സുലൈമാൻ ഫൈസി. അപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത്? ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള നഹ്സ് ഉണ്ടല്ലോ, ഇത് ജൂതന്മാരും മജൂസികളും ഷിയാക്കളിലൂടെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയതാന്നാ പറഞ്ഞത്. ഇത് കേരളത്തിൽ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ ഇത് വ്യാപകമായി നടക്കുന്നുണ്ട്. അത് എങ്ങനെ വന്നു? ഈ കുണ്ടോട്ടി തങ്ങന്മാർ എന്ന് പറയുന്ന ഈ പച്ച ഷിയാക്കള്, ആ ഷിയാക്കളിലൂടെ കേരളത്തിൽ നടപ്പിലായതാണെന്നാണ് മൂപ്പര വിലയിരുത്തല്. ഇതിന് മൂപ്പര് പറയുന്നുണ്ട്, പഴയ കാലത്തുള്ള മഖ്ദൂമി പണ്ഡിതന്മാർ ഈ കുണ്ടോട്ടി ഷിയാക്കളെ പച്ചക്ക് എതിർക്കുകയും പരസ്യമായി എതിർക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 40 ദിവസത്തോളം ഈ കുണ്ടോട്ടി ഷിയാക്കൾക്കെതിരെ കുണ്ടോട്ടി പാടത്ത് വെച്ച് വയലുറയും ചെയ്തു. അങ്ങനെ സമുദായത്തെ ഉത്ബോധിപ്പിച്ചു എന്നാ പറയണത്. എത്ര ആളുകൾ ആ ഉത്ബോധനം ശരിവെച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട്? നിങ്ങളുടെ സമസ്തയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന കെ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകള്, പിന്നെ വേറെ കുറെ പിനാന്തന്മാരുണ്ട്, ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ മഖ്ദൂമി പണ്ഡിതന്മാർ കൊണ്ടോട്ടി ഷിയാക്കളെ പച്ചക്ക് എതിർത്തു, തെളിവുകൾ വെച്ച് ഖണ്ഡിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ. ആ എതിർപ്പിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ കൊണ്ടോട്ടി ഷിയാക്കളുടെ കാല് നക്കാൻ പിന്നാലെ നടന്നതും ഇതേ സമസ്തയുടെ ഒരു കാലത്തെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരായിരുന്നു. നിങ്ങൾ ഔലിയാക്കൾ എന്ന് വിളിക്കുന്ന ആളുകളായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള നഹ്സുകൾ ഉണ്ടല്ലോ, ഇത് ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ്. ഇത് ചെറിയ തോതിലൊക്കെ സുന്നികളുടെ ഇടയിൽ ഉണ്ട് എന്നാ മൂപ്പര് പറയണത്. ചെറിയ തോതിലല്ല, വ്യാപകമായ തോതിലുണ്ട്. കേരളത്തിലെ ഈ സമസ്തക്കാർക്കിടയിൽ ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള നഹ്സ് ആചാരം വ്യാപകമായി എല്ലാ മഹലിലും എല്ലാ വീടുകളിലും വെച്ചു പുലർത്തുന്ന ഒരു ആചാരമാണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ സമസ്തക്കാർക്കിടയിൽ, ഏതെങ്കിലും സമസ്തക്കാർക്കിടയിൽ മുഹറം 1 മുതൽ 10 വരെ ഒരു കല്യാണം നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വീട് കുടിയിരിക്കൽ നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം കല്യാണം ദിവസം വെക്കാൻ വേണ്ടി പള്ളിക്കലെ കാലുകാരാണ് വിളിച്ചുകൊടുന്നു കഴിഞ്ഞാലും ഒരു കലണ്ടറാണ് നേരത്തെ മുമ്പിൽ. എന്നിട്ട് ആ കുടവയറും ഇങ്ങനെ തടവിയിട്ട് മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ്,
അന്ന് നല്ല കാര്യങ്ങളൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ഫത്വാണ് കൊടുക്കും. 1 മുതൽ 10 വരെ കേരളത്തിലെ ഒരു ഖുറാഫി വീട്ടിലും ഒരു ചടങ്ങും നടക്കലില്ല, ഒരു നല്ല പരിപാടി നടക്കലില്ല. ഇത് വ്യാപകമായി കേരളത്തിലെ ഓരോ ഖുറാഫി വീടുകളിലും അടിത്തട്ടടക്കം വ്യാപിച്ചു കിടക്കുന്ന സംഗതിയാണിത്. കഴിഞ്ഞില്ല. ഈ നഹ്സാചാരം ഇത് പല കോലത്തിലും പല രീതിയിലാണ്. എവിടുന്ന് വന്നതാ നഹ്സ്? ജൂതന്മാരും മജൂസികളും ഷിയാക്കളിലൂടെ കുത്തിക്കേറ്റിയ സാധനം. നിങ്ങൾക്കറിയോ, ഈ കേരളത്തിലെ ഇവരുടെ തലയെടുപ്പുള്ള നേതാവായ ഈ മുട്ടിപ്പടി ഇബ്രാഹിം ഖലീൽ ബുഖാരി എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, സ്വലാത്ത് വിറ്റ് കച്ചവടം നടത്തി ജീവിക്കുന്ന ചങ്ങായി. അച്ചങ്ങായിന്റെ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന കലണ്ടറിൽ ദുൽഹിജ്ജ 10 നഹ്സിന്റെ ദിവസമാണ്. അറിയോ, കേരളത്തിലെ വേറെ ഒരു സ്ഥാപനത്തിലും ഒരു മഹല്ലിലും ഒരു കലണ്ടറിലും ആ തമ്മാടിത്തല്ല. ദുൽഹിജ്ജ 10 ലോക മുസ്ലിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു അനുവദിച്ച പുണ്യമാക്കപ്പെട്ട ദിനം. ഇച്ചങ്ങായിന്റെ കലണ്ടറിൽ നഹ്സ് മോശപ്പെട്ട ദിവസമാണ്. അറിയോ, ഇയാളുടെ മഹല്ലിൽ നിന്നും പുറത്തിറങ്ങുന്ന EK ഗ്രൂപ്പിന്റെ കലണ്ടറിൽ പോലും ഇല്ലാതെ ഇച്ചങ്ങായിക്ക് മാത്രം എങ്ങനെ അന്ന് നഹ്സായി? എവിടുന്ന് കിട്ടിയത്? അത് ഏത് ജൂതൻ, ഏത് ഷെയ്ത്താൻ പറഞ്ഞു കൊടുത്തത് അത്? അതോ നിങ്ങൾക്ക് ഈ നഹ്സ് എന്ന സാധനം വാർഡ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും മണ്ഡല അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കോ? നിങ്ങളെ മറ്റുള്ള ആചാരങ്ങൾ മാറുന്നത് പോലെ നിങ്ങളെ പല മസാലകളും ദീനി മസാലകൾ അങ്ങനെയാണല്ലോ. വാർഡ് മാറുമ്പോ, പഞ്ചായത്ത് മാറുമ്പോ, ജില്ല മാറുമ്പോ അതിന്റെ മസാല മാറും. ഇപ്പൊ സമസ്തക്കാർ പുറത്തിറക്കുന്ന പാഠപുസ്തകത്തിൽ, മലപ്പുറം ജില്ലയിലെ പാഠപുസ്തകത്തിൽ സ്ത്രീകളെ തൊട്ടാൽ ഒളുമുറിയും. പാലക്കാട് ജില്ലയിലേക്ക് അവർ ഇറക്കുന്ന പാഠപുസ്തകത്തിൽ സ്ത്രീകളെ തൊട്ടാൽ ഒളുമുറിയില്ല. ഇത് ഒരേ സമസ്ത ഇറക്കുന്ന പുസ്തകത്തിലാണ്. അപ്പൊ ജില്ല മാറുമ്പോ മസാല മാറും. അതുപോലെയാണോ അങ്ങനെ നഹ്സും? വാർഡ് അടിസ്ഥാനത്തിൽ മാറുമോ? പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മാറുമോ? സഹോദരങ്ങളെ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഏത് ആചാരത്തിനാ അഹ്ലുസുന്നത്തുമായി ബന്ധമുള്ളത്? എല്ലാം ഷിയായിസത്തിലേക്കാണ് ചെന്ന് മുട്ടുന്നത്. എന്നിട്ട് ഇവരുടെ ഈ തർക്കം നടക്കണപ്പോ കൊണ്ടോട്ടിത്തങ്ങന്മാര് ഷിയാക്കളാണോ അഹ്ലുസുന്നത്താണോ എന്ന്? നിങ്ങൾ മൊത്തം ഷിയാ വിശ്വാസാണ്. ഈ സമസ്ത എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതന്നെ ഷിയാ വിശ്വാസാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയുന്നത് സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന, ആ മഹല്ല് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, അതിന്റെ ബാനറിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരെ കുറിച്ചല്ല. അവർക്ക് 90% ആളുകൾക്കും എന്താണ് സമസ്തന്റെ വിശ്വാസം എന്ന് കൃത്യമായിട്ട് അറിയില്ല. വലിയൊരു വിഭാഗം മുസ്ലിയാക്കന്മാർക്കും വരെ അറിയില്ല. എന്നാൽ ഈ സമസ്ത എന്ന ഈ പ്രസ്ഥാനം ഊട്ടപ്പെട്ടതും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഷിയായിസുമായി ബന്ധപ്പെട്ടതാണ്. ഇവരും ഷിയാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് പരമ്പരാഗത കള്ളന്മാരും ഒന്ന് പ്രൊഫഷണൽ കള്ളന്മാരും, അത്ര വ്യത്യാസമുള്ളൂ. ഷിയാക്കൾ പറഞ്ഞ പരമ്പരാഗത കള്ളന്മാരാണ്. അത് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ കള്ളന്മാരെ മാതിരിയാണ്. ഞങ്ങളെ കൊലത്തൊഴിൽ മോഷണമാണ്, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ മോഷണം നടത്താൻ പോകുമ്പോഴും സ്പെഷ്യൽ പൂജയൊക്കെ നടത്തി അനുഗ്രഹിച്ച് വീട്ടിലെ ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ കള്ളന്മാരെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കണ അങ്ങനെ പരമ്പരാഗത കള്ളന്മാരുണ്ടല്ലോ, അതാണ് ഷിയാക്കള്. അവരുടെ ഉസൂല് അഹ്ലുസുന്നത്തിനെതിരാണ് അവർ തുറന്ന് സംഭവിക്കുന്നുണ്ട്. സഹാബത്തിനെ തെറി പറയൽ അവർക്ക് പുണ്യപ്രവൃത്തിയാണെന്ന് അവരിൽ ഒരു വിഭാഗം തുറന്ന് സമ്മതിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. എന്നാൽ ഈ കേരളത്തിലെ സമസ്തക്കാർ തുറന്ന് സമ്മതിക്കുന്നില്ല. അവര് ജനങ്ങളുടെ സമ്പത്തും ഈമാനും എല്ലാം മോഷ്ടിക്കാൻ വേണ്ടി മോഷണം ഒരു പ്രൊഫഷനായി സ്വീകരിച്ച പ്രൊഫഷണൽ കള്ളന്മാരാണ് സമസ്തക്കാര്. മറ്റേത് പരമ്പരാഗത കള്ളന്മാർ, ഇത് പ്രൊഫഷണൽ കള്ളന്മാർ. രണ്ടും ഷിയായിസത്തിന്റെ ഏകദേശം സാമ്യതയുള്ള ആദർശം തന്നെയാണ്. ഇത് വെറുതെ ഒരു ആരോപണം പറയില്ല സഹോദരങ്ങളെ. ഇവർ പരസ്യമായി പലപ്പോഴും ഈ ഷിയായിസം ഇവിടെ ഛർദ്ദിച്ചിട്ടുണ്ട്. കേട്ടോളി, ഇവരെ വലിയൊരു പ്രാസംഗികനാണല്ലോ ആ മൂത്തയടത്തുള്ള ഒരു മാനസിക രോഗി അച്ചങ്ങായി പ്രസംഗിക്കുന്നത്. കേട്ടോളി. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്, സംശയം വേണ്ട. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനി ആരാ? അലിയാണ്. ഫദ്ലൻ ഹത്താ മിൻ അബൂബക്കർ. അബൂബക്കറിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ആളാണ് ആര്? സയ്യിദ്നാ അലി. അലി എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞങ്ങൾ വിചാരിച്ചത്? അലി എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബൈത്തിന്റെ വാപ്പല്ലേ? ആ തൗഫീഖ് അബൂബക്കറൊന്നുമില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാനൊക്കെ ഓക്കെ, പക്ഷെ ഷറഫിലും ഫദ്ലും ഏറ്റവും മഹാൻ ആരാ? സയ്യിദ്നാ അലി അല്ലേ? ഭയങ്കര ആളാ. കേട്ടില്ല സഹോദരങ്ങളെ, പച്ച ഷിയായിസം, തുണി ഉടുക്കാത്ത ഷിയായിസം. അമ്പിയാക്കൾ കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠൻ അലിയാണ്. അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും എല്ലാം ശ്രേഷ്ഠൻ അലിയാണ്. ഇത് ഷിയാക്കളെ വിശ്വാസമാണ്, അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താ? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നെയാണ് അലി റളിയല്ലാഹു അൻഹു. ഇതാണ് അതിന്റെ റൂട്ട്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. എന്നാൽ അബൂബക്കറിനേക്കാളും ശ്രേഷ്ഠൻ അലിയാണ് എന്ന വിശ്വാസം അത് ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇതിങ്ങോട്ട് ഛർദ്ദിക്കണം.
ഇത് എന്താന്ന് നിങ്ങള്, ഇത് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ മൂടിക്കിടക്കണ ആ പച്ചക്കുള്ള ഷിയാ വിശ്വാസം ഉണ്ടല്ലോ, അതിങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ തിങ്ങി വിങ്ങി വിങ്ങി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നൊരഞ്ഞു പൊന്താണ് ചില സമയത്ത്. അപ്പൊ അറിയാതെ കണ്ട് വരികയാണത്. ഇതാണ് അവരുടെ ഉള്ളിലുള്ള വിശ്വാസം, പച്ച ഷിയായിസം. കഴിഞ്ഞില്ല. ഷിയാക്കൾക്ക് വേറെ വിശ്വാസം ഉണ്ട്. എന്താണ്? അലിയുടെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. അത് ഷിയാക്കളും ഇവരും പറയണമെന്ന് കേട്ടോളി. النبي صلى الله عليه وآله يقول 4 هذول النظر إليهم عبادة. النبي صلى الله عليه وآله يقول والرابع النظر إلى وجه علي عبادة. النظر إلى علي عبادة. علي മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? അലിയുടെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. അത് ഷിയാ പണ്ഡിതൻ പ്രസംഗിക്കാണ്. അതേ ആശയം ഒരു വള്ളി വ്യത്യാസമില്ലാതെ ഈ കാസിമിയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അലിയുടെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. എന്നിട്ട് അണ്ണാക്ക് പൊട്ടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് 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 എന്ന് 3 വട്ടം പറഞ്ഞാല് ഷിയാ വിശ്വാസം അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമാവോ ചങ്ങായി? എന്താ ഈ പറയണത്? അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഇവരെ ഉള്ളിലുള്ള വിശ്വാസം. ഈ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇവർ ഞങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്, ഞങ്ങൾ സുന്നികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഖുർആൻ ക്ലാസും മറ്റുള്ള പ്രസംഗങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതിൽ വഞ്ചിതരായി ഒരുപാട് സാധുക്കൾ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ കുടുങ്ങിപ്പോയി, അവരുടെ ആചാരത്തിൽ കുടുങ്ങിപ്പോയി, അവരുടെ മഹല്ലത്തിൽ കുടുങ്ങിപ്പോയി, ആ സംവിധാനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ കുടുങ്ങിയതാ. നിങ്ങൾക്ക് ഉടുക്കാനും പുതക്കാനും തിന്നാനും കുടിക്കാനും എല്ലാം ഷിയായിസം, എല്ലാം ഷിയായിസം. എന്നിട്ട് പേരോ സുന്നി, അതങ്ങളെ പേര്. എടോ, നിങ്ങൾ കുരുടാന്റെ പെട്ടിമ കുരുമുട്ടായി എന്നെ ഇത് വെച്ച് ജനങ്ങളെ പറ്റിച്ചതാണ്. 90% ഷിയാ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവുമാണ് നിങ്ങളെ കയ്യിലുള്ളത്. നിങ്ങൾ നെറ്റിമല് സുന്നീനെ ഇത് വെച്ച് ജനങ്ങളെ പറ്റിച്ചു. അതുണ്ടായത്. അങ്ങനെ ഈ സാധുക്കൾ കുടുങ്ങിയത്. നിങ്ങളുടെ മഹല്ലിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ ഈ പുഴുത്തുനാറിയ വിശ്വാസക്കാരാണ് എന്ന മിഥ്യാധാരണ ഇനിയെങ്കിലും നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളെ ഉള്ളിൽ കിടക്കണ ഈ ഷിയായിസം പലപ്പോഴും ഇവിടുത്തെ സാധുക്കൾക്ക് അറിയില്ല. മനസ്സിലായോ? കഴിഞ്ഞ സഹോദരങ്ങളെ, ഇനി ഇവരൊരു മണ്ണടിഞ്ഞു പോയ ഒരു അഖിലേന്ത്യാ നേതാവ് ഉണ്ടായിരുന്നല്ലോ, അഹമ്മദ് റിളാ ഖാൻ ബറേലവി. ആരാ ചങ്ങായി? പച്ചക്ക് അയാളുടെ അനുയായികള്, അയാളെ ഖബറുകൾ സുജൂദ് ചെയ്യുന്ന അനുയായികൾ അയാൾക്കുള്ളത്. ആ അഹമ്മദ് റിളാ ഖാൻ ബറേലവിന്റെ ജാറത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന കൊടിയാണ് ഈ സമസ്തന്റെ കൊടി. ആരാണ് ഈ അഹമ്മദ് റിളാ ഖാൻ ബറേലവി? അഹ്ലു സുന്നത്തിന്റെ നേതാവാ അതോ ഷിയാ പാരമ്പര്യമാണ് അയാൾക്കുള്ളത്? ഇൻഷാ അല്ലാഹ് പറയാ. അതിനു മുമ്പ് ഇവരുടെ ഈ നേതാവ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഞങ്ങൾ ബറേൽവികളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. अल्हम्दुलिल्लाह अल्हम्दुलिल्लाह हम भी बरेली हैं। नारे तकबीर, नारे रिसालत, नारे तहकीक, नारे हैदरी. കേട്ടില്ലേ? കാക്ക പ്രസംഗിക്കാണ്. ഉത്തരേന്ത്യ പോയിട്ട് ബറേൽവികളെ പരിപാടിയില് ഹംബി ബറേൽവിയും, ഞങ്ങളും ബറേൽവികളാണ്, ഞങ്ങളും ആ കൂടെ തന്നെയാണ്. ഇതുപോലെ പല ആളുകൾക്കും അറിയില്ല എന്താണ് ഈ ബറേൽവികളും സമസ്തക്കാരും തമ്മിലുള്ള ബന്ധം. അഹമ്മദ് റിളാ ഖാൻ ബറേൽവിന്റെ ജാറത്തിൽ നിന്ന് പൂജിച്ചു കൊടുക്കുന്ന കൊടിയാണ് ഈ സമസ്തന്റെ കൊടി. എത്ര ആളുകൾക്ക് അറിയാം? ഇനി ആരാണ് ഈ അഹമ്മദ് റിളാ ഖാൻ ബറേൽവി? അഹ്ലു സുന്നത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായ അനേകം ഷിയാ വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്തിയിരുന്ന, അത് നടപ്പിലാക്കിയിരുന്ന ആളായിരുന്നു ഈ അഹമ്മദ് റിളാ ഖാൻ ബറേൽവി. മാത്രല്ല അയാളുടെ പാരമ്പര്യം മുഴുവനും ചെന്നുമുട്ടുന്നത് ഷിയാക്കളിലേക്കാണ്. അയാളുടെ മുഴുവൻ പേരെന്താണെന്നറിയോ? അബ്ദുൽ മുസ്തഫ അഹമ്മദ് റിള തഖി അലി ഇബ്നു റിള അലി ഇബ്നു കാളിം അലി. അത് അയാളുടെ മുഴുവൻ പേര്. അയാൾ ഒറിജിനൽ പേര് അഹമ്മദ് റിള ആയിരുന്നു. പിന്നീട് അയാള് അബ്ദുൽ മുസ്തഫ എന്ന പേര് സ്വീകരിച്ചു. മുസ്തഫാന്റെ അടിമ, നബിന്റെ അടിമ. പോയില്ല കാര്യം? മാത്രല്ല അയാളുടെ ബാപ്പാന്റെയും വലിയാപ്പാന്റെ ഒക്കെ പേരെന്തായിരുന്നു? തഖി അലി, അലി ഭക്തൻ, റിള അലി, അലിയുടെ പ്രീതി, കാളിം അലി, അലിയെ മനസ്സിൽ കുടിയിരുത്തിയവൻ. അങ്ങനെ തുടങ്ങണ അയാളെ ഷിയാ പാരമ്പര്യം. ആ ഷിയാ പാരമ്പര്യത്തിൽ ജീവിച്ച് മരിച്ച ഒരാളാണ് ഈ അഹമ്മദ് റിളാ ഖാൻ ബറേലവി. ആ ബറേലവിയുടെ ജാറത്തിൽ നിന്നും കൊണ്ടുവന്ന കൊടിയാണ് കേരളത്തിലെ സമസ്തക്കാരുടെ കൊടി. സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ പല വഴിയിലൂടെ ഷിയായിസത്തിലേക്ക് എത്തിച്ചേരുന്ന പാരമ്പര്യമാണ് കേരളത്തിലെ ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തിനുള്ളത്. സമസ്തയുടെ പ്രവർത്തകർക്കല്ല, പ്രസ്ഥാനത്തിന്. അത് അടിവരയിട്ട് മനസ്സിലാക്കണം. ഈ ചെങ്ങായി ഉണ്ടല്ലോ, ഈ അഹമ്മദ് റിളാ ഖാൻ ബറേലവി, ഓന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ട് ഇങ്ങനെ ഒലിക്കലാണ് ഈ സമസ്തക്കാർക്ക്. ഓന്റെ കറാമത്ത് പറയുമ്പോഴേക്ക് 100 നാവാണ്. കേട്ടോളി, ഈ കാസ്മി തന്നെ പറയുന്നത് കേട്ടോളി.
ബറേലവി ഷരീഫിൽ കിടക്കുന്ന ഇന്ത്യയുടെ അത്ഭുതമാണ് അഹമ്മദ് റിളാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ത്യ കണ്ട മഹാത്ഭുതമാണ്, ഇന്ത്യ കണ്ട മഹാത്ഭുതമാണ് ബറേലവി ഷരീഫിൽ കിടക്കുന്ന അഹമ്മദ് റിളാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ മരിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്റെ പ്രദേശത്തിൽ ഖബർ വെട്ടുന്ന കുയ്യനെ വിളിപ്പിച്ച് കുയ്യനോട് പറഞ്ഞ് മേക്കുയി സാധാരണ പോലെ മതി, പക്ഷേ കീക്കുയി അത് മതിയാവുകയില്ല, കീക്കുയി എന്റെ ഉയരത്തിൽ കണക്കാക്കിയിട്ട് തന്നെ വെട്ടണം, എന്റെ ഉയരത്തിൽ കണക്കാക്കി വെട്ടണം കീക്കുയി. അപ്പൊ മക്കൾ ചോദിച്ച്, കുടുംബം ചോദിച്ച്, ഉപ്പേ എന്തിനാ അങ്ങനെ? അപ്പോൾ പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മഹാനായ മുങ്കർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം വരും. അവർ അല്ലാഹുവിന്റെ ഹബീബിനെ എന്റെ ഖബറിലേക്ക് ഹാജരാക്കും. മാ തഖൂലു ഫീ ഹാദാ റജുലി, ഇയാളെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി എന്റെ ഖബറിലേക്ക് ശറഫാക്കപ്പെട്ട മുത്തുനബിയെ അവർ വിളിപ്പിക്കുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി എന്റെ ഖബറിൽ ഹാജരായാൽ എനിക്ക് പിന്നെ കിടക്കാൻ കഴിയുകയില്ല, എനിക്ക് പിന്നെ അവിടെ കിടക്കാൻ കഴിയുകയില്ല. ഹബീബ് വന്നാൽ എന്റെ ഖബറിൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ വേണ്ടിയാണ് എന്ന് അഹമ്മദ് റിളാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ വിഡ്ഢിയാണെന്നാണോ മനുഷ്യ നീ വിചാരിക്കുന്നത്? ഇവരൊക്കെ വിഡ്ഢിയാണെന്നാണോ മനുഷ്യ നീ വിചാരിക്കുന്നത്? അല്ല മനുഷ്യ, അല്ല ഹംകെ, ഇവരല്ല വിഡ്ഢികൾ. ഈ അഹമ്മദ് റിളാ ഖാൻ ബറേലവിനെ പോലെയുള്ള ആളുകളുടെ കറാമത്ത് പറഞ്ഞ് അവരെ പൊക്കി നടക്കുന്ന ഈ ഷിയാ പാരമ്പര്യമുള്ള ചങ്ങായിനെ അഹ്ലുസുന്നത്തിന്റെ നേതാവായി പൊക്കി നടക്കുന്ന നിന്നെ പോലെയുള്ള ആളുകളെ നമ്പി നടക്കുന്ന സാധാരണക്കാരാണോ വിഡ്ഢികൾ? മനസ്സിലായോ? അവരാണ് വിഡ്ഢികൾ. നിങ്ങളൊക്കെ നമ്പി നടക്കണ്ടല്ലോ കുറെ സാധുക്കള്, അവരാണ് വിഡ്ഢികൾ. കറാമത്ത് പറയാ അഹമ്മദ് റിളാ ഖാൻ ബറേലവി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഔലിയാക്കളുടെ നേതാവ്. അച്ചങ്ങായി ജീവൻ പോകാൻ നേരത്തെ ഒരു വസിയത്ത് കൊടുത്തത്രേ. എന്താണ്? എന്റെ കബറ് കളക്കുമ്പോ ആ അടിയത്തെ കബറുണ്ടല്ലോ, ആ കബറ് ഇന്റെ ഉയരത്തിൽ കളക്കണം. എന്താ കാര്യം? മുൻകർ നക്കീർ ചോദ്യം ചെയ്യാൻ വേണ്ടി കബറങ്ങൾക്ക് വരുമല്ലോ. ആ കബറങ്ങൾക്ക് വരുന്ന സമയത്ത് മുൻകർ നക്കീർ ഒറ്റക്കല്ല വരിക, റസൂലുള്ളാഹിനെയും കൂടി കൂട്ടിയിട്ടാ വരിക കബർക്ക്. റസൂലുള്ളാഹിനെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പിന്നോട് ചോദിച്ചും എന്താ പറയുന്നു, റസൂലുള്ളാഹിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ റസൂലുള്ളാഹിനെ ഇങ്ങനെ കൊണ്ടുവരാ. ഇതാണ് ഒരു കബറിലെ പരിപാടി പോലെ. എന്ത് കബറിൽ ചോദ്യം ഉണ്ടാവുമല്ലോ, നിന്റെ റബ്ബ് ആരാണെന്ന്. അപ്പൊ അള്ളാഹിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുക, ഇതാരാ എനിക്കറിയോ, ആളറിയോ? പിന്നെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ റസൂലിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുക, ഇയാളെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്, ഇതിനെ കുറിച്ച് എനിക്കറിയോ? ഇതെന്തോടോ കബറിലെ ചോദ്യത്തരോ അതോ ഐഡന്റിഫിക്കേഷൻ പറയടോ? മനസ്സിലായില്ല. എന്താ നിങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? റസൂലിനൊക്കെ പണിപ്പതാണ്. ബല എല്ലാ ഈ ജാതി കുരുത്തം കെട്ട ആൾക്കാരെ കബറിലൊക്കെ വന്നുകൾ ഇങ്ങനെ ഇങ്ങനെ പ്രദർശന വസ്തുവായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുക. എന്നിട്ട് അയാൾ അറിയോ? അറിയാതെ നമ്മൾ റസൂലില്ല, എന്നാ പോയിക്കോളിയും, അടുത്ത ആൾ വെറ്റ് അടുത്ത കബറിന് കൊണ്ടുപോകാം. എന്തൊരു പിഴച്ച വൃത്തികെട്ട വിശ്വാസമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റസൂലുള്ള അങ്ങനെ വന്നിക്കേണ്ട റസൂലുള്ളാഹിനെ അങ്ങനെ പ്രദർശന വസ്തുവായിട്ട് കബറിൽ ഇങ്ങനെ കാണിച്ചെടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ കെടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ മുമ്പിലെ ബഹുമാന സൂചകമായിട്ട് നിൽക്കാനാണ് മൂപ്പരെ കബറ് ഒരാളെ ഉയരത്തിൽ കിളക്കാൻ വേണ്ടി മൂപ്പര് പറഞ്ഞത്. മനസ്സിലായോ? മിക്കവാറും നിങ്ങൾ ഈ മശായിഖന്മാരുണ്ടല്ലോ, ഈ വക പേച്ച വിശ്വാസം വെച്ചു വരുന്ന മശായിഖന്മാര്, ഓലെ കബറിന്റെ പുറത്തൊക്കെ ഒരു തുരങ്ക ഇടാൻ വേണ്ടി നിങ്ങൾ വസിയത്ത് ചെയ്താണ്ടി. കാരണം അടി കൊള്ളുമ്പോ ഇറങ്ങി പായാനൊരു വഴിയാണല്ലോ. നിങ്ങൾ പറഞ്ഞ കോലത്തിലാണെങ്കിൽ അതിനോട് നടക്കാൻ പരിപാടി ഇങ്ങനെയൊക്കെയാണെങ്കിൽ അടി കൊള്ളുമ്പോ ഇറങ്ങി പായാനൊരു വഴി ഉണ്ടായിക്കാൾ നിങ്ങൾ, അതാ നല്ലത് നിങ്ങൾക്ക്. സുഹൃത്തുക്കളെ, ഇവന്മാർ ഈ കറാമത്തിന്റെ മറവിൽ ഇതിങ്ങനെ അടിച്ചു വിടുമ്പോൾ ഇവർക്ക് വേറെ ഒരു ഉസൂലുണ്ട്, അത് തകരാണ്. അത് ഈ വിഡ്ഢികൾ മനസ്സിലാക്കണില്ല. ഇവര് പറഞ്ഞല്ലോ അഹമ്മദ് റിളാ ഖാൻ ബറേലവി വലിയ ഔലിയായിരുന്നു, അങ്ങനെ കബറിലെ മുൻകർ നക്കീർ ചോദ്യം ചെയ്യാൻ വരുന്നുള്ളത്. എന്നാൽ ഇവരെ വിശ്വാസം എന്താണെന്നറിയോ? ഈ പിഴച്ച സൂഫികളുടെ വിശ്വാസം ഇവരെ ഔലിയാക്കൾക്ക് കബറിൽ ചോദ്യം ഇല്ലാന്നാ, ചോദ്യം ചെയ്യാൻ വരൂലെന്നാ. അത് വേറെ ശൈത്താൻ പ്രസംഗിക്കുന്നത് കേട്ടു നോക്കി. ഫതുർ റബ്ബാനിയിൽ കാണാം, അൽ അംബിയാ വൽ മുർസലൂൻ ലാ യൻസിലു അലൈഹിം മുൻകറും വനകീർ അലൈഹിമുസ്സലാം. നമ്മളൊക്കെയാണ് മരിക്കാൻ നിൽക്കുക, ഖബറിൽ വെച്ചാ ഉടനെ ആര് വരും? ചോദ്യം ചോദിക്കാൻ ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകൾ മുൻകർ നകീർ അലൈഹിമുസ്സലാം വരും. എന്ന അംബിയാ മുർസലീങ്ങളെ അടുത്ത് ഒരു വരൂല. എന്തുകൊണ്ട്? ലിഅന്നഹും ശുഫആഉൽ ഖൽഖ്, അവര് സൃഷ്ടികൾക്ക് ശുപാർശ ചെയ്യുന്നവരല്ലേ, പിന്നെ അവരടുത്തേക്ക് മുൻകർ നകീർ എങ്ങനെ വരാനാ? ഇതുപോലെയാണ് ഔലിയാക്കന്മാരും, അവരെ ഒരിക്കലും വിചാരണ ചെയ്യപ്പെടൂല. ചോദ്യമില്ല അവരെ കുറിച്ച്. കാരണം അവര് സൃഷ്ടികളിൽ തന്നെ പ്രത്യേകക്കാരാണ്. ഇപ്പൊ എങ്ങനെയുണ്ടോ?
മട്ടൽമ ചോട്ടിയമാതിരി ഞങ്ങൾ ആദർശം. അവിടെ ചൊട്ടുമ്പോ ഇവിടെ പൊന്തും, ഇവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്തും. മറ്റവൻ പറയാണ് ഖബറിലേക്ക് മഹാനായ ഔലിയയായ അഹമ്മദ് റിളാ ഖാൻ ബറേലവിന്റെ ഖബറങ്ങൾക്ക് മുൻകർ നക്കീർ വരും. അപ്പോഴുള്ള വസിയത്താണ് കൊടുത്തത്. ഇപ്പൊ പറയാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഖബർക്ക് മുൻകർ നക്കീർ വരുന്നല്ല. അമ്പിയാക്കളെ കാര്യം നിൽക്കട്ടെ, എന്നാൽ അമ്പിയാക്കളെ പോലെ തന്നെയാണ് ഔലിയാക്കളും. അവരുടെ ഖബറിലേക്ക് മുൻകർ നക്കീർ വരൂല, ചോദിക്കാൻ തന്നെ വരൂല അപ്പന്റെ വാദം. അതിനേതോ ഒരു പീറ കിതാബ് തെളിവും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ശൈത്താന് ദജ്ജാല് ആയത്തോതാണ് ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹിനെ കുറിച്ച് അള്ള പറഞ്ഞ ആയത്താണ്. എന്ത്? അള്ള ചോദ്യം ചെയ്യപ്പെടൂല, സൃഷ്ടികളാകട്ടെ ചോദ്യം ചെയ്യപ്പെടും. അതാണ് ഈ ശൈത്താന് ഖബറിൽ ഔലിയാക്കൾക്ക് ചോദ്യമില്ല എന്നുള്ള തെളിവാക്കി പറയണത്. എങ്ങനെയുണ്ട്? അപ്പൊ സുഹൃത്തുക്കളെ, ഇവന്മാരുണ്ടല്ലോ ഈ കുരുവട്ടൂരികള്, ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, മുസ്ലിം പേരിട്ടുകൊണ്ട് മതനിഷേധം വിളമ്പുന്ന, ഇസ്ലാമിന്റെ ഉസൂലിനെ കണക്കിൽ കത്തിവെക്കുന്ന ഈ തെമ്മാടികൾ ഉണ്ടല്ലോ, ഇവരെക്കാളും പഴച്ചൊരു വിഭാഗം കേരള മുസ്ലിം ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഇവരെ പണി എന്താണെന്നറിയോ? ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ഷിർക്കിന്റെയും കുഫറിന്റെയും വിശ്വാസങ്ങൾ പൊടി തട്ടിയെടുത്ത് അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന പണിയാണ് ഈ കുരുവട്ടൂരികൾക്കുള്ളത്. ഇവന്മാർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തെന്നുള്ള യാതൊരു ബോധവുമില്ലാത്ത ഒരു വിഭാഗം, ഒരു പരലോക ബോധമില്ല, അള്ളാഹിനെ കുറിച്ചൊരു ബോധമില്ല, ജനങ്ങൾ എന്ത് മനസ്സിലാക്കുന്നുള്ള ചിന്തല്ല, എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം എന്നുള്ള യാതൊരു ബോധമില്ല. അങ്ങോട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇവന്മാരപ്പ കാര്യമായിട്ടുള്ള പണി എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ കേരളത്തില് ആർക്കും വേണ്ടാതെ എല്ലാവരാലും തട്ടിയകറ്റപ്പെട്ട എല്ലാ വേസ്റ്റുകളെയും തലയിലേറ്റി നടന്ന് അവരെ വെളുപ്പിക്കുന്ന പരിപാടിയാണ് ഇവന്മാർക്കുള്ളത്. അതിന്റെ ഭാഗമാണ് ഇപ്പൊ കുണ്ടോട്ട് ഷിയാക്കളെ വക്കാലത്തിന്റെ ഇവന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. കുണ്ടോട്ട് ഷിയാക്കൾ പറഞ്ഞ ഉന്നതന്മാരാണ്, മഹാന്മാരാണ്, ഔലിയാക്കളാണ് തുടങ്ങി അവരെ വെളുപ്പിക്കുന്ന പരിപാടി അപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ കുണ്ടോട്ടി ഷിയാക്കളെ കുറിച്ച് സമസ്തയുടെ പല നേതാക്കന്മാർക്കും മഹദൂമി പണ്ഡിതന്മാർക്കും പണ്ട് മുതലേ ഉള്ളൊരു നിലപാടുണ്ടല്ലോ, ഇവര് പയച്ചോലാണ്, ഇവര് പക്ക ഷിയാക്കളാണെന്നുള്ളത്. അപ്പോ കുണ്ടോട്ടി തങ്ങന്മാര് അംഗീകരിച്ചവരാരൊക്കെ എന്ന് പറഞ്ഞിട്ട് 2 മാസമായിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്യല അവന്മാരെ പണി. ആരൊക്കെ കുണ്ടോട്ടി തങ്ങന്മാർ അംഗീകരിച്ചത്? ഇവന്മാരെന്നെ പറയട്ടെ. ഏതാണ് ഈ കുണ്ടോട്ടി കുപ്പത്തിങ്കൽ ഹദറത്ത്? ആരാണ് ഇവിടെ അന്തിയുറങ്ങുന്ന മഹാന്മാർ? കേരളത്തിലെ അജ്മീറാണ് കൊണ്ടോട്ടി കുപ്പ. ആ കുപ്പത്തിങ്കൽ അന്തിയുറങ്ങുന്ന മഹാന്മാരായ മശായിഖന്മാർ, അവർ മഹാന്മാരായ ഖാജാ തങ്ങളുടെ പിന്തലമുറക്കാരാണ് എന്ന് ഈ മാലോകർക്ക് പകൽ വെളിച്ചം പോലെ, സൂര്യ വെളിച്ചം പോലെ പ്രകാശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നവരാണ് മഹാനരായ ശൈഖുൽ മശായിഖ് റഈസുൽ മഹ്ബൂബീൻ സുൽത്താനുൽ ഔലിയാ ഖുതുബുൽ ആലം ശൈഖുനാ മടവൂരി ശൈഖുന വന്ന് സിയാറത്ത് ചെയ്ത ഹദറത്താണ് ഈ പരിശുദ്ധമായ കുപ്പത്തിങ്കൽ ഹദറത്ത്. പോരാ, ബഹുമാനപ്പെട്ട കേരളക്കാർക്ക് ഏറെ സുപരിചിതനായ അജ്മീർ ഫഖീർ അമ്പംകുന്ന് ബീരാനൂരി ഉപ്പാപ്പ പലതവണ വന്ന് സിയാറത്ത് ചെയ്ത ഹദറത്താണ് ഈ കുപ്പത്തിങ്കൽ ഹദറത്ത്. പോരാ, മഹാനരായ മടവൂർ ശൈഖുന ഇവരെ പോലെയുള്ളവരെ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച മഹാനരായ കണ്യാല ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ വന്ന് സിയാറത്ത് ചെയ്ത് അവിടുത്തെ മുരീദന്മാരോട് അവിടെ പോയി സിയാറത്ത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ഹദറത്താണ് ഈ കൊണ്ടോട്ടി കുപ്പത്തിങ്കൽ ഹദറത്ത്. പോരാ, മഹാനരായ തൃപ്പലച്ചി ഉസ്താദ് അവറുകൾ ഒരുപാട് സമയം വന്നിരുന്ന ഹദറത്താണ്, സിയാറത്ത് ചെയ്ത ഹദറത്താണ് ഈ കൊണ്ടോട്ടി കുപ്പത്തിങ്കൽ ഹദറത്ത്. ആ മശായിഖന്മാര് പഠിപ്പിച്ചു കൊടുത്ത ഹക്കായ വഴിയെ കേരളീയ സമൂഹത്തിൽ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കിടയിലെ പകരം വെക്കാനില്ലാത്ത സൂര്യ തേജസ് മഹാനരായ ശംസുൽ ഉലമായി ഈ കെ ഉസ്താദ് അവറുകൾ സിയാറത്ത് നിർവഹിച്ച ഹദറത്താണ് ഈ പരിശുദ്ധമായ കുപ്പത്തിങ്കൽ ഹദറത്ത്. അപ്പൊ ആരൊക്കെയാണ് മനസ്സിലായില്ലേ? തലക്ക് വെളിവുള്ളതും ഇല്ലാത്തതുമായ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കുണ്ടോട്ടി തങ്ങന്മാരെ, ഈ കുണ്ടോട്ടി ഷിയാക്കന്മാരെ അംഗീകരിച്ചിട്ടുണ്ട്, ഓർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമനാരാണ്? മടവൂര്. ഇനി പറയണ്ടല്ലോ ബാക്കി കഥ. മൂപ്പര് അംഗീകരിച്ചു പറഞ്ഞു പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത്രയും തലക്ക് വെളിവില്ലാത്തൊരു മനുഷ്യൻ, സ്വന്തം അമ്മാസ സലാം പറഞ്ഞിട്ട് മറക്കാതിരുന്ന ഒരു മനുഷ്യൻ, നിസ്കരിക്കാതിരുന്ന മനുഷ്യൻ, നിസ്കരിച്ച ആൾക്കാരെ നിസ്കാരം കൊളാക്കിയിരുന്ന മനുഷ്യൻ, നോമ്പ് നോക്കാതെ നടന്നിരുന്ന മനുഷ്യൻ, നോമ്പ് നോറ്റ ആൾക്കാരെ മുറിപ്പിച്ചിരുന്ന മനുഷ്യൻ, തുണിയില്ലാതെ നടന്നിരുന്ന മനുഷ്യൻ, കെണ്ടിച്ചാടിയിരുന്ന മനുഷ്യൻ, അങ്ങനെ എല്ലാ പിരാന്തിന്റെ മാനസിക രോഗത്തിന്റെ ലക്ഷണം ഉണ്ടായിരുന്ന ഈ ചങ്ങായിണ്ടല്ല മടവൂര്, അയാളും അംഗീകരിച്ചിട്ടുണ്ട്. നല്ല സർട്ടിഫിക്കറ്റ് ആണ്, എ ക്ലാസ് സർട്ടിഫിക്കറ്റ്. എന്നാ എനിക്കൊന്ന് കേൾക്കണ ചങ്ങായി, നിങ്ങൾ തള്ളിപ്പറഞ്ഞ നൂർഷാ ത്വരീഖത്തുണ്ടല്ലോ, അതിന് മടവൂര് അംഗീകരിച്ചിട്ടുണ്ട്. സമസ്തക്കാർ ഒന്നടങ്കം തള്ളിപ്പറയുന്ന ത്വരീഖത്താണ് നൂർഷാ ത്വരീഖത്ത്. ഹൈദരാബാദ് ആസ്ഥാനമായി കേരളത്തിൽ വന്ന് പ്രവർത്തിച്ച നൂർഷാ ത്വരീഖത്ത്, അതിനെ സമസ്ത മൊത്തം തള്ളിയിട്ടുണ്ട്. അതിനെ മടവൂര് അംഗീകരിച്ചിട്ടുണ്ട്. കുരുവട്ടൂരികളൊന്ന് പറയും, എന്താ നിങ്ങളെ നിലപാട് നൂർഷാ ത്വരീഖത്തിനെ കുറിച്ച്? നിങ്ങളൊന്ന് പറയും, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. മടവൂര് അംഗീകരിച്ചിട്ടുണ്ട്. ഏത് മടവൂരുള്ളൂ? മാവും പ്ലാവും തിരിച്ചറിയാത്ത മടവൂര്, തലക്ക് വെളിവില്ലാതിരുന്ന ഒരു മനുഷ്യൻ.
ഒരു പ്ലാവ് ഏതാ മറ്റേ മരം ഏതാ തിരിച്ചറിയാത്ത ഒരു ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ വെറുതെ പറയില്ല, കേട്ടോളി. അപ്പോൾ ഒരു ദിവസം നടന്നു പോകുമ്പോഴേ ഒരു മരത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ആ മരം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള മരമാണ്. കാരണം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ മരത്തിന് പോകുന്ന ഒരു കായ് പറിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മരം നല്ല പരിചയമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഷേഖുന പറഞ്ഞ് പ്ലാവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം പ്ലാവല്ല, മരം നമ്മളെ ഈ അസ്മാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയില്ലേ, ആ ഇല ആ മരമാണത്. അപ്പം ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുട്ടി പറഞ്ഞ് പ്ലാവല്ല എന്ന്. ചെറിയൊരു ഇലയുണ്ട്, ചെറിയ ഇല. പ്ലാവല്ല എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാത്തോണ്ട് അസ്മാന്റെ ഇലയുടെ പേരും അറിയില്ല. ആ അതാ അസ്മാ എഴുതിയിട്ട് കൊടുക്കുന്ന സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്, പേരറിയില്ല. ആ സാധനത്തിൻ്റെ അതിനൊരു പേരുണ്ടല്ലോ. അപ്പോൾ ആ പ്ലാവല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൂടെയുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവർ കുട്ടിയോട് പറഞ്ഞ് നിങ്ങളൊന്നും പറയണ്ട, അതായത് പ്ലാവോ മാവൊന്നും നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും അത് അറബികളായി പോണ്ടാന്ന്. എങ്ങനെയുണ്ട്? ഇത്ര തലക്ക് വെളിവില്ലാതിരുന്ന, അന്തല്ലാതിരുന്ന, ബോധമില്ലാതിരുന്ന ഒരു മനുഷ്യൻ ഏതോ ഒരു മരം കണ്ടിട്ട് അത് പ്ലാവാണല്ലോ. അപ്പൊ പ്ലാവല്ല, വേറെ ഏതോ ഒരു മരമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇത് പ്ലാവ്, മറ്റേത് മാവ്, ഇത് തെങ്ങ്, മറ്റേത് കവുങ്ങ്, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറഞ്ഞാൽ അടുത്ത നേരം ചോദിച്ചാൽ ആ കുട്ടി പറയില്ലത്. അത്ര പോലും തലക്ക് വെളിവില്ലാത്തൊരു മനുഷ്യൻ ഏതോ ഒരു മരം ചൂണ്ടിയിട്ട് പറയാ ഇത് പ്ലാവാകുന്നു. അപ്പൊ കൂടുതലുള്ള ആൾക്കാർ പറഞ്ഞു ഇത് പ്ലാവില്ല എന്ന് പറയാൻ നിൽക്കണ്ട, ചിലപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ മുമ്പിൽ ഈത്തപ്പനെന്ന് പറഞ്ഞാലോ അതും അംഗീകരിച്ചെടുക്കേണ്ടി വരും. ബോധമില്ലാത്ത ആൾക്കാർ എന്തൊക്കെ പറയും? ആ മടവൂരാണ് കുണ്ടോട്ടി ഷിയാക്കള് ഔലുസുന്നത്തിന്റെ ആൾക്കാരാണ്, വലിയ മഹാന്മാരാണ് പൊത്തു കൊടുത്തത്. എങ്ങനെ ഉണ്ടാവും? പിന്നെ ആരാ അംഗീകരിച്ചത്? ബീരാവുലിയപ്പാപ്പ. ഏതാ ചങ്ങായി? ഈ പാലക്കാട് ജില്ലയിൽ അമ്പംകുന്നില് ബീരാവുലിയപ്പാപ്പ പറഞ്ഞൊരു ജാറും അവിടെ കുറെ തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട്. എന്താ അയാളെ പരിപാടി? അതേമാതിരി തലക്ക് വെളിവില്ലാതിരുന്ന മനുഷ്യൻ. അയാളെ ദിക്റെന്തായിരുന്നു? ലാ കണ്ണ ഇല്ലല്ല, ലാ മൂക്ക ഇല്ലല്ല, ലാ പല്ല ഇല്ലല്ല, ലാ നാക്ക ഇല്ലല്ല, ലാ തല ഇല്ലല്ല, ലാ പൊക്കള ഇല്ലല്ല, ലാ കാല ഇല്ലല്ല. ഇതൊക്കെയായിരുന്നു മൂപ്പരെ ദിക്റ്. ഇനി പൊക്കിളിന്റെയും കാലിന്റെ അടിയുള്ള സാധനം ദിക്റായി ചെല്ലുന്നോന്ന് അറിയില്ല, ചെല്ലിക്കൂടായൊന്നുമില്ല. കാരണം തലക്ക് വെളിവ് വേണ്ടേ? ആ ജാതി തലക്ക് വെളിവില്ലാതിരുന്ന ഒരു മനുഷ്യൻ, അയാളാണ് പിന്നെ ഈ കുണ്ടോട്ടി തങ്ങന്മാര് യഥാർത്ഥ ഔലിയാക്കളാണെന്നുള്ള അംഗീകാരം കൊടുത്തത്. പോരെ, കഴിഞ്ഞിട്ടില്ല. അടുത്ത ആളാരാണ്? കണ്യാല മൗല. അതാരാണ് കണ്യാല മൗല? വലിയ ഔലിയ എന്ന പല വിചാരം, പല പ്രചാരണം അതാണ്. ആരാ കണ്യാല മൗല? ബലെന്നെ പറയട്ടെ. പള്ളി ദർസിൽ ഓതാൻ പോകുന്ന കാലം മുതൽ തന്നെ മഹാനായ കണ്യാല മൗലയുമായി ബന്ധമുണ്ട്. ഒരുപാട് അനുഭവങ്ങളൊക്കെ അവിടുന്ന്, മലയാളികൾക്കും പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ അനുഭവങ്ങളൊക്കെ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ. ഒരവസരത്തിൽ മഹാനായ മൗലാദങ്ങളുടെ ഹദറത്തിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പം അവിടുന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ അമലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു പീടികയിൽ ഇരിക്കുന്ന സ്ഥലത്തിൽ ഞാൻ നടന്നങ്ങനെ പോവുക. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ആദ്യം മൗലാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സലാം ചൊല്ലി ഉടനെ തന്നെ അദ്ദേഹത്തെ ആ വടിയെടുത്തിട്ട് എന്തിനാ പോകുന്നതാണ് ചോദിച്ചത്. എന്തിനാ നീ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ വടിയെടുത്ത് ഓങ്ങി ഓടാന്ന് പറഞ്ഞാട്ടി. ഓ, വലിയ ഔലിയാണ്. എന്താണ്? ഒരാൾ വന്നിട്ട് സലാം പറഞ്ഞപ്പോ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞപ്പോ കയ്യിലുള്ള ബടിയായിട്ട് അടിച്ചു. എന്തിനാണ് വന്നത്? പോണ അവിടുന്ന് പറഞ്ഞ ആട്ടീൻ. ഇതാണ് ഔലിയാക്കളെ ക്വാളിറ്റിയാണ്. നിങ്ങളെ എടോ സലാം പറയല് സുന്നത്താണെങ്കിൽ മടക്കല് നിർബന്ധാന്നല്ലേ നിങ്ങളടക്കം പഠിപ്പിച്ചിട്ടുള്ളത്? അതല്ലേ ഇസ്ലാം? ഒരു സാധാരണക്കാരന് ബാധകല്ലേ നിയമം? സാധാരണക്കാരനേക്കാളും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ അള്ളാന്റെ ഔലിയാക്കള്? അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ലേ വലിയ എന്ന് പറയാ. അപ്പൊ ഒരുത്തൻ സലാം പറഞ്ഞു കഴിഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ ബടി എടുത്ത് തല്ലി ഓടിക്കല. എന്താ നിങ്ങൾ ഈ പഠിപ്പിച്ച വിലായത്ത് വിശ്വാസം? ഏതാണ് നിങ്ങൾ ഔലിയാക്കള്? ഇസ്ലാമിന്റെ ഔലിയാക്കളും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇങ്ങനെ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഇയാളാണ് പിന്നെ കുണ്ടോട്ടി തങ്ങന്മാർ ഔലുസുന്നത്തിന്റെ ആൾക്കാരാണ്, ഔലിയാക്കൾ തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആള്. എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞില്ല. അടുത്തതാരാ? തൃപ്പനച്ചി മൈമൂല്യര്. കുണ്ടോട്ടി തങ്ങന്മാർ അംഗീകരിച്ച ആൾക്കാരാണ് അതൊക്കെ. തൃപ്പനച്ചി മൈമൂല്യര് ആരാണ്? മൂപ്പര് കണ്ടോളി.
ഇതാണ് ഒരു വാഴ്ത്ത് പറയുന്ന വേറെ ഔലിയ തൃപ്പനച്ചമായ മൂല്യര്. ഞാൻ കൂടുതലൊന്നും പറയണില്ല. എങ്ങനെ നടന്നതിന്റെ ആളാ, അങ്ങനെ ഒരു ഹവായിട്ട് ഇങ്ങനെ നടന്നതിന്റെ വേണ്ടത്ര ബോധമല്ലാതെ നടന്നതിന് മനസ്സിലായിരുന്നു ഈ തൃപ്പനച്ചമായ മൂല്യര്. മൂപ്പരാണ് പിന്നെ കുണ്ടോട്ടി തങ്ങന്മാർ ഔലിയാക്കൾ തന്നെയാണ് എന്ന് അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആള്. പിന്നെ ആരാണ്? പിന്നത്തെ വരുന്ന ജഗജില്ലി ആള് വരുന്നുണ്ട്. ആരാണ്? ശംസുൽ ഉലമ ഈ അബൂബക്കർ മുസ്ലിയാർ അംഗീകരിച്ചിട്ടുണ്ട് അത്രേ. മൂപ്പർക്ക് പിന്നെ അതന്നെയല്ലോ പണി കാര്യമായിട്ട്. ഈ കേരളത്തിലുള്ള എല്ലാ വേസ്റ്റുകളെയും തലയിലേറ്റി വെളുപ്പിച്ച് നടക്കാൻ കരാറെടുത്ത രണ്ടാൾക്കാരാണ് ഈ അബൂബക്കർ മൊയ്ലാരും AP അബൂബക്കർ മൊയ്ലാരും. രണ്ട് അബൂബക്കരാള് ഓലെ പണി മെയിനായിട്ട് ചെയ്യുന്നു. എന്ത്? എല്ലാ വേസ്റ്റുകളെയും എല്ലാ അലവലാദികളും പിടിച്ച് തലയിലേക്ക് എടുക്കുക, ഓലെ ഔലിയാക്കളായിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കുക. അപ്പൊ രണ്ടാളും പണി ചെയ്യുന്നു. ഒരു സൂര്യൻ മൊയ്ലാരും ഒരു ചന്ദ്രൻ മൊയ്ലാരും, ശംസുൽ ഉലമ ഖമറുൽ ഉലമ. ഈ രണ്ട് മൗലിയാക്കന്മാർക്കുള്ള കാര്യമായിട്ടുള്ള പണിയാണ്. എല്ലാ വേസ്റ്റുകളെയും ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ലാതെ ചാപ്പ് ചവറിലും കുപ്പത്തൊട്ടിയിലും കിടക്കുന്ന ആൾക്കാരെ മുഴുവനും തലയിലേറ്റിട്ട് ഓല ഔലിയാക്കളാക്കിയിട്ട് അംഗീകരിക്കുക, വാഴ്ത്തുക, ഔലിയാക്കളാ കിരീടം വെച്ചു കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ഓല പരിപാടി. ഈ രണ്ട് ചന്ദ്രമോയിലാരും സൂര്യമോയിലാരും പരിപാടി. മനസ്സിലായോ? അതിന് ചന്ദ്രമോയിലായിരുന്നു ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. കാന്തപുര അബൂബക്കർ മൊയ്ലായിരുന്നു മൂപ്പര് എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടി എന്നുള്ള ഞാൻ വേറെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ കാണാത്. ആദ്യം ഇയാളെന്ന് പറയാ. ആര്? ഈ സൂര്യമോയിലാരുണ്ടല്ലോ, കെ അബൂബക്കർ മൊയ്ലാര് അംഗീകരിച്ചിട്ടുണ്ട് കുണ്ടോട്ടി തങ്ങന്മാരെ. കെ അബൂബക്കർ മൊയ്ലാര് കുണ്ടോട്ടി തങ്ങന്മാരെ മാത്രല്ല വേറെയും കുറെ പിരാന്തന്മാരെ അംഗീകരിച്ചിട്ടുണ്ട്. കേട്ടോളി. നോക്കൂ നിങ്ങൾ, അവിടെ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ലേ വേങ്ങര കോയപ്പാപ്പ. ലാഹിർ അനുസരിച്ച് നോക്കുമ്പോ ആളുകൾക്കൊന്നും അങ്ങനെ പരിഗണിക്കാൻ തോന്നുന്ന രൂപമായിരുന്നില്ലല്ലോ കോയപ്പാപ്പക്ക് ഉണ്ടായിരുന്നത്. ആ കോയപ്പാപ്പയുടെ മഹത്വം കേരളീയ സമൂഹത്തിന് വിളംബരപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊടുത്തിയതാരാ? ശംസുൽ ഉലമാഇ മഹാനവറുകളല്ലേ. പറഞ്ഞില്ലേ കോയപ്പാപ്പ താജുൽ ഔലിയ ആണ്. ചില്ലറക്കാരനല്ല സൂര്യമൊയ്ലാര്, കെ അബൂബക്കർ മൊയ്ലാര്. എല്ലാ വേസ്റ്റുകളും തലയിലേറ്റി ഒരു ഔലിയാപട്ടം കൊടുത്ത ആളാ മൂപ്പര്. മൂപ്പരാളെ ഔലിയാക്കളാക്കൽ എല്ലാരും. ആരൊക്കെ മൂപ്പര് ഔലിയാക്കളാക്കിയത്? വേങ്ങര കോയപ്പാപ്പ. ആരതിനോട് കോയപ്പാപ്പ? എന്റെ സമീപ പ്രദേശത്താണ് വേങ്ങര സ്ഥലം. മനസ്സിലായോ? ലോഹിർ അനുസരിച്ച് തന്നെ നോക്കുമ്പോ ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കോലായിരുന്നില്ല മൂപ്പരുത്. ഒരു സംശയം വേണ്ട. ഇതാണ് ഈ സാധനം, കോയപ്പാപ്പ എന്നുള്ള സാധനം. പിരാന്തൻ കുഞ്ഞായി മൂന്നായിരുന്നു നാട്ടുകാർ വിളിച്ചിരുന്നത്. കാരണം പടുപിരാന്തൻ. തിരുമ്പക്കുളിയില്ല, മൂപ്പർക്ക് ആകെ അലർജി ഉണ്ടായിരുന്ന വെള്ളമായിരുന്നു. തിരുമ്പലൂല, കുളിക്കലൂല, അങ്ങനെ നടക്കും. നിസ്കാരൂല, നോൻപുല്ലാതെ അങ്ങനെ വേങ്ങര അങ്ങാടി കൂടി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടക്കും. പിരാന്തൻ കുഞ്ഞായ്മ വരുന്നുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞിരുന്നത്. ആരെയും കണ്ടു കഴിഞ്ഞാൽ കോയ ചായ അടിച്ചാൻ പൈസ അടിക്ക കോയ അങ്ങനെ ചോദിക്കും. അങ്ങനെയാണ് ഇയാൾ കോയായത്. കുഞ്ഞായ്മ എന്നുള്ള പേരിന് കോയാകാൻ കാരണം അങ്ങനെയാണ്. എല്ലാരും കണ്ടാലും കോയാനെ വിളിച്ചുള്ളൂ. അങ്ങനെയാണ് കോയപ്പാപ്പായത്. ആ കോയപ്പാപ്പ ഉണ്ടല്ലോ, വെളിവില്ലാതെ നടന്നിരുന്ന, വൃത്തിയില്ലാതെ നടന്നിരുന്ന, ദീനായിട്ട് യാതൊരു ബന്ധമില്ലാതെ, മാനസിക രോഗിയല്ല, അള്ളാഹിന്റെ അടുത്ത് ഉദറുണ്ടാവും, അങ്ങനെ നടന്നിരുന്ന അയാളെ പിടിച്ചിട്ട് താജുൽ ഔലിയ ഔലിയാക്കളെ കിരീടം വെച്ചെടുത്തു. ആര്? ഈ സൂര്യമൊയ്ലാര്. മൂപ്പരാളെ വെച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ആരൊക്കെ ഔലിയാക്കളാക്കല്, ആരൊക്കെ വിലായത്ത് പൊട്ടം തെറിപ്പിക്കല് ഒക്കെ ഇവരെ തീരുമാനിക്കല്. ഇവർക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലെ ഔലിയാക്കള്. ഞാൻ വെറുതെ പറയല്ല. ഏപ്പിക്കാരെ ഔലിയാക്കളെ കുറിച്ച് ഈക്കാര് പറഞ്ഞ തെമ്മാടികൾ ഗുണ്ടാ നേതാവ്. ഏപ്പിക്കാരെ ഏറ്റവും വലിയ ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണ് കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി. ഈക്കാരെ അയാളെ കുറിച്ച് പറഞ്ഞ ഗുണ്ടാ നേതാവ്, ബോംബെ അധോലോകത്തിന്റെ ആള്, തെമ്മാടി എന്നാണ്. ഇതാണ് പിന്നെ ഔലിയാക്കളെ കോലം. ഇവര് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് വിലായത്ത് വെച്ചെടുക്കലും അതെടുത്ത് ഒഴിവാക്കലൊക്കെ ഇരിക്കട്ടെ. അപ്പൊ ഈ കോയപ്പാപ്പ ആളുണ്ടല്ലോ, താജുൽ ഔലിയ ഭയങ്കര കോയപ്പാപ്പ റാക്കറ്റില്. ആ റാന്റെ കാട്ടിക്കൂട്ടിലും ചേലും കോലും എന്തൊക്കെയായിരുന്നു ബലനെ പറയട്ടെ. കോയപ്പാപ്പയുടെ സമീപത്തേക്ക് ആരും അടുക്കൂല, കാരണം പേടിയാണ്. നല്ല ചൂരലുണ്ടായിരുന്നു, വലിയ വടിയുണ്ടായിരുന്നു കോയപ്പാപ്പയുടെ സമീപത്തേക്ക് ആരെങ്കിലും ചെന്നാൽ ആ വടി കൊണ്ട് അവരെ അടിച്ച് വിരട്ടി ഓടിച്ചു കളയാറുള്ള ശീലമുണ്ടായിരുന്നു. കാണാൻ തന്നെ പലർക്കും പേടിയായിരുന്നു. അവിടുത്തെ ശാരീരിക ഭാഷ അല്പം ഗൗരവമുള്ളതായിരുന്നു. കോയപ്പാപ്പാന്റെ അടുത്തേക്ക് ആരും അടുക്കൂല, കാരണം പേടിയായിരുന്നു. പേടി മാത്രല്ല മൈന്റെ, കുറച്ച് വൃത്തിയും വെടുപ്പുള്ള ആൾക്കാരും കോയപ്പാപ്പാന്റെ അടുത്തേക്ക് അടുക്കൂല, കാരണം തിരുമ്പലും കുളിക്കലും ഇല്ലായിരുന്നു. അങ്ങനെ മൂപ്പരെടുത്ത് എപ്പോഴും ചൂരിലുണ്ടാവും ഇത്രേ. അങ്ങനെ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചൂരില് കൊണ്ട് അടിച്ചോടിക്കും. കാരണം ഒരു മനുഷ്യനെ തലക്ക് വെളിവില്ലാതെ ഒരു ഭാഗത്ത് ഇരിക്കാനും സമ്മതിക്കൂലേ കൗമേ. അപ്പൊ വരും ഔലിയാക്കളെ കിരീടാണ്, ഔലിയാക്കളെ തേങ്ങാക്കോലാണ്, അവിടെ കാല് നക്കാനും കൈ മുത്താനും ഒന്നിങ്ങനെ ഈ മരത്തിന്റെ ചുറ്റും മണിയനീച്ച് പറക്കണമാരി ഇങ്ങനെ പറക്കും ഈ തലയിൽ കിട്ടേരൻ. പിന്നെ വടിയെടുത്തതല്ലേ ഉള്ളൂ, ചൂരിലെടുത്തതല്ലേ ഉള്ളൂ. എന്തായി പറഞ്ഞ? അതാണ് ഈ കോയപ്പാപ്പ, തലക്ക് വെളിവില്ലാതിരുന്ന ഒരു മനുഷ്യൻ.
വെളിവില്ല വെളിവില്ല എന്ന് നമ്മളിങ്ങനെ പുട്ടിന്റെ തേങ്ങന്മാര് വെറുതെ പറയല്ല. ഇവരെന്നെ പറയട്ടെ, കോയപ്പാപ്പ എങ്ങനെയാ നടന്നിരുന്നത്, വേറെ മല്ല പറയട്ടെ, നമ്മളെ നാട്ടുകാരൻ പൊട്ടൻ മുനീർ വാക്കവി ഇവൻ പറയട്ടെ. അതാണ് പറഞ്ഞത്, അള്ളാഹുവിനെ പിടിച്ചവന്റെ ബാക്കിൽ തൂങ്ങിക്കോം ഓലെ കളിയാക്കാൻ നടക്കില്ല. ഔലിയാക്കന്മാർക്ക് നിൽക്കാനില്ലാത്ത ഓരെന്താ താടി പഠിച്ചിട്ടുണ്ട്, ഓരെന്താ പൗഡറുണ്ട്, അവരെന്താ പെണ്ണുങ്ങൾ മാലിശരുണ്ട്, ഇങ്ങനെ നോക്കിയെടുക്കാൻ പറ്റൂല. അതൊക്കെ നമുക്ക് ചില ഹാലുകളും ചില അവസ്ഥകളും ഉണ്ട്. അവര് വടകര മുഹമ്മദ് തങ്ങൾ ഞാൻ പറഞ്ഞില്ല, ലോഹ നിസ്കാരം നല്ല നാദരൊക്കെ അത് സൂപ്പറായിട്ട് നിസ്കരിച്ചു, ഒരു കുഴപ്പമില്ല. മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരുപാട് ജദബിന്റെ ഹാലുകൾ ഉണ്ടായേക്കാം, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകണ്ട. വേങ്ങര കോയപ്പാപ്പ നിങ്ങൾ കണ്ടക്കണോ? വേങ്ങര കോയപ്പാപ്പന്റെ മക്ബറ ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. വേങ്ങര ടൗൺ ഒന്ന് നോക്കിയാൽ കാണാം. ആ കോയപ്പാപ്പ ചിലപ്പോ ഉടുത്ത തുണി വരെ മേത്തുണ്ടാവൂല, ഒരു വലിയ ബടി ഉണ്ടാവും കൈ. തങ്ങളാപ്പനെങ്കിലും ബടി ഉണ്ട്, അത് ഔലിയാക്കന്മാരുടെ ഒരു അടയാള, ഒരു ബടി കയ്യിലുണ്ടാവും. അപ്പൊ ഔലിയാക്കളെ പ്രധാനപ്പെട്ട അടയാളം എന്താ? ഓലെ കൈക്കിലൊക്കെ ബടി ഉണ്ടാവും. ഈ പോക്ക് പോകുകയാണെങ്കിൽ ഔലിയാക്കളെ കയ്യിലല്ല വടി വേണ്ടത്, സാധാരണക്കാരെ കയ്യിലാണ് വടി വേണ്ടത്. ഈ ജാതി മൂല്യന്മാരെ കണ്ട പൊറ അടിച്ചു പൊളിക്കാന് സാധാരണക്കാരെ കൈക്കൊരു ബടി ഉണ്ടെങ്കിൽ ഈ സമുദായത്തിന്റെ രക്ഷയുള്ളൂ. അതാ എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിരിക്കട്ടെ. അപ്പൊ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് എന്ത് തോന്നിയാസം ചെയ്താലും ഓലെ ഹാൽ എങ്ങനെ ആയിരിക്കും നമ്മൾ ചോദിക്കാൻ പോണ്ട. ഓല് ഈ താടി പഠിച്ചിങ്ങനെ നടക്കാൻ കണ്ടു കഴിഞ്ഞാല് ചോദ്യം ചെയ്യാൻ പാടില്ല. അവരിങ്ങനെ തുണിയില്ലാതെ നടക്കുകയാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. അന്യ പെണ്ണുങ്ങൾ ഇങ്ങനെ മസാജ് ഇട്ട് കൊടുക്കാണ്, ചോദ്യം ചെയ്യാൻ പാടില്ല. ഓ, ആ പെണ്ണിന്റെ കയ്യിന്റെ ഒരു ഭാഗ്യം. ഇന്ന് അടറോട്ടിട്ട് ഒരു പെണ്ണിനെ വ്യഭിചരിക്കുകയാണ് ഒരു ഔലിയാന്ന് പറഞ്ഞ ഒരു ശൈത്താനെ, ചോദ്യം ചെയ്യാൻ പാടില്ല. ഓ, ആ പെണ്ണ് ഭാഗ്യവതി തന്നെ, കാരണം ഔലിയാ പാപ്പാന്റെ അതൊന്ന് തട്ടിയില്ലേ, അങ്ങനെ വിചാരിക്കണം. മനസ്സിലായോ? ഇതൊക്കെയാണ് ഒരു പഠിപ്പിക്കുന്ന ഔലിയ സങ്കല്പം. ഇത് ഇസ്ലാമായിട്ട് എന്ത് ബന്ധാണുള്ളത് സഹോദരങ്ങളെ? അപ്പൊ ഇത്തരത്തിൽ ഇവര് പരിചയപ്പെടുത്തിയ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ഈ സാധനങ്ങൾ മുഴുവൻ ചരിത്രങ്ങൾ പരിശോധിച്ചോളി, മിക്കവാറും വേസ്റ്റുകളായിരിക്കും. ഒന്നുകിൽ തലക്ക് വെളിവുണ്ടാവില്ല, അല്ലെങ്കിൽ തമ്മാടികളായിരിക്കും. ദീനുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞതുപോലെ റസൂല് പറഞ്ഞതുപോലെ അഹ്ലുസുന്നത്തിന്റെ ആദർശം അനുസരിച്ച് ജീവിച്ച് ഇബാദത്തൊക്കെ ചെയ്ത് മര്യാദക്ക് ജീവിച്ച ഒരാൾ പോലും ഒരു ഔലിയാക്കളെ കൂട്ടത്തിൽ, ഈ കേരളത്തിൽ പരിചയപ്പെടുത്തിയ ഔലിയാക്കളെ കൂട്ടത്തിൽ കാര്യമായിട്ടില്ല. വളരെ അപൂർവമാണ്. അത്തരം ആളുകൾ ഒരു ഔലിയാക്കളായി പരിഗണിക്കലുമില്ല. ഔലിയാകണമെങ്കിൽ എന്ത് വേണം? മിനിമം അരപ്പീര് ലൂസ്, പിന്നെ തിരുമ്പി കുളിക്കാൻ പാടില്ല, തുണി എടുത്തെടുക്കാൻ പാടില്ല, അത് വലിച്ചെരണം, അങ്ങനെ വെട്ടിയടക്കി നിന്നിട്ട് ഇങ്ങനെ കേറ്റലൊലിപ്പിച്ച് ഇങ്ങനെ നടക്കണം, ആളുകൾ അങ്ങനെ തെറിയും പറഞ്ഞിട്ട് ബടി എടുത്ത് അടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. അങ്ങനെ തീരെയായിട്ട് ഒരു ബന്ധമില്ലാതെ മുഴുവട്ടനാണെങ്കിൽ വിലായത്തിന്റെ ദർജ കൂടും. അത്തരത്തിലുള്ള സകല പിരാന്തന്മാരും വെളുപ്പിച്ചെടുക്കുന്ന പണിയാണ് ഇപ്പൊ ഈ കുരുവട്ടൂരികൾക്കുള്ളത്. ആ കുരുവട്ടൂരികളുടെ നേതാവുണ്ടല്ലോ ഒരുത്തം, കോമാട്ടുശാലിൽ അബ്ദുള്ള, കോമാച്ചി എന്ന് വിളിച്ചാൽ നമുക്കോനെ. കാരണം അബ്ദുള്ള എന്ന് ഓനെ വിളിച്ചാൻ പറ്റൂല, ഓല അള്ളാന്റെ അടിമകളെല്ലാം ഓലെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഒരു മടവൂരിന്റെ അടിമകളാണ്, മടവൂരാണ് ഓലെ വിഭാഗത്തിന് കൂലി കൊടുക്കല്, പരലോകത്തെ രക്ഷിക്കാനും ശിക്ഷിക്കാനുള്ള അധികാരം മടവൂരിനാണ്. മടവൂര് അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ അള്ളാന്റെ അടിമ എന്ന് പറയാൻ പറ്റൂല, മടവൂരിന്റെ അടിമ. അപ്പൊ ഈ കോമാട്ടുചാലിൽ ഇച്ചങ്ങായിണ്ടല്ല, ഓ നമുക്ക് ചുരുക്കിയിട്ട് കോമാച്ചി എന്ന് വിളിക്കാം. കാരണം ഈ തള്ളാര് കുട്ടികളെ പേടിപ്പിക്കുമല്ലോ, അങ്ങോട്ട് പോകരുത്, അവിടെ പോക്കാച്ചിണ്ട് പിടിച്ചു തിന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ സമുദായമേ, ഈ കുരുവട്ടൂരുകളുടെ അഴലത്തേക്ക് പോലും നിങ്ങൾ പോകരുത്, അവിടെ കോമാച്ചിണ്ട്, നിങ്ങളെ ഈമാ ഓൻ പിടിച്ചു തിന്നും. ഓനും ഓന്റെ കുട്ടി ശൈത്താന്മാര് 3-4 പേർ ഇറങ്ങിയിട്ട് ഓനെ നിർത്തേണ്ട അടുത്ത് നിർത്തണം, ഒരു കൈ അകലത്ത് നിർത്തണം, അവന്റെ പരിസരത്തേക്ക് പോലും നിങ്ങൾ പോകരുത്. ആ കോമാച്ചിനെ കുറിച്ച് അനുയായികൾ വാഴ്ത്തി പറയും, നിങ്ങളൊന്ന് കേട്ടോളി. നിങ്ങളുടെ മുഴുവൻ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കാലത്തിന്റെ മുഹയ്യദ്ദീനായി ഞങ്ങളെ കരളിന്റെ കഷ്ടമായ വന്യരായ ശൈഖുന 2017 ഡിസംബറിൽ ഇവിടെ നടന്ന മജ്ലിസുൽ മൗലിദിന്റെ തുടക്കം കുറിക്കുമ്പോ അതിന്റെ തലേ ദിവസം മലപ്പുറം ടൗണിൽ വെച്ച് നടന്ന ഞങ്ങളുടെ ആ മൗലിദ് സദസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട കാലത്തിന്റെ കപ്പിത്താനായി മടവൂർ ശൈഖുന, ഈ കാലഘട്ടത്തിന്റെ മുജദ്ദിദായി, ഈ കാലഘട്ടത്തിന്റെ യുഗപുരുഷനായി, ഈ കാലഘട്ടത്തിലെ ഈ ഫിത്ന പരത്തുന്ന ഈ പൊട്ട ാരെ മുഴുവൻ വാദഗതികളെയും പൊട്ടിച്ചെറിഞ്ഞ് അവരെ നിലംപരിശാക്കി അവരാദർശത്തിന്റെ പാപ്പരത്വം സമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാൻ കാലം കാതോർത്ത ശബ്ദം വന്യരായ ശൈഖുന പ്രഖ്യാപിച്ചു. നാളെ നമ്മുടെ മൗലിദ് നടക്കുന്നത് കൊണ്ടോട്ടിയിലാണ്. അത് മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ആ പരിപാടി നടക്കാൻ പോകുന്നത് എന്ന് പലരും അതിനെതിരെ പരസ്യമായി പറയാൻ ഭയപ്പെട്ട സമയത്ത് ആരെയും ഭയപ്പെടാതെ കാലത്തിന്റെ മുഹയ്യദ്ദീനായ ഞങ്ങളെ ശൈഖുന പ്രഖ്യാപിച്ചു. അപ്പൊ കുണ്ടോട്ട് ഷിയാക്കളെ വെളുപ്പിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്താരാ? ഒരു ഷിയാക്കളല്ല, അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരനെയാണ്, ഔലിയാക്കൾ തന്നെയാണ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ 3-4 വിരാന്തന്മാരെ കയറൂരി വിട്ട് ചങ്ങല ഊരി വിട്ടതാരാണ്? ഈ കാലഘട്ടത്തിന്റെ മൊഹീദ്ദീൻ, ഞങ്ങളുടെ കരളിന്റെ കഷ്ണം, കാലഘട്ടത്തിന്റെ കപ്പിത്താൻ, മടവൂർ ശൈഖിനെ പിടിച്ച് ഔലിയാക്കിയ ആള് ആര്? കോമാച്ചി. ഓനാണ് കാലഘട്ടത്തിന്റെ മൊഹീദ്ദീൻ.
ഈ കാലഘട്ടത്തിൽ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. ഓന്റെ കോലെന്ന് കണ്ടോളി. ഇതാണ് ആ സാധനം. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഓനും കെട്ടിയോളും കൂടി സർക്കീറ്റിന് ഇറങ്ങിപ്പെടുത്ത ഫോട്ടോ ആണത്. ഇതാണ് കാലഘട്ടത്തിന്റെ മൊഹീദ്ദീൻ, കാലഘട്ടത്തിന്റെ കപ്പിത്താൻ, മടവൂർ ശൈഖിനെ പിടിച്ച് ഔലിയാക്കിയ ആള്. എങ്ങനെയുണ്ട് സാധനം? ഉഷാറല്ലേ? ഈ കാലഘട്ടത്തിന്റെ മൊയ്തീൻ്റെല്ലോ, ഈ കാലഘട്ടത്തിന്റെ കപ്പിത്താൻ, പോലെ കരളിന്റെ കഷ്ണം ഓൻ നടത്തുന്ന ഒരു പരിപാടി, ഒരു കലാപരിപാടി കണ്ടോളി. കാലഘട്ടത്തിലെ മെയ്തീനായ കോമാച്ചി പങ്കെടുത്തൊരു പരിപാടിയാണിത്. ഇതൊക്കെ നമ്മളെ ദീനി പരിപാടി. കുബൂരി കഥകളി, കുബൂരി കുച്ചിപ്പുടിന്നോ കഥകളി എന്ത് വാങ്ങിച്ചും ഓമനപ്പേരിട്ട് വിളിച്ചോളി. അതിന്റെ ആ സദസ്സിൽ ഇങ്ങനെ നടുവിലിങ്ങനെ ആ പുറത്തു കൂടി കരിമ്പടം പതച്ചിട്ട് ഇങ്ങനെ ബ്ലാങ്കറ്റ് നന്നായിട്ട് മൂടിപ്പോയിച്ചെടുക്കുന്ന ആ ഷെയ്ത്താണ്ടല്ലോ, ഓനാണ് ഈ കോമാച്ചി. ഓനാണ് കാലഘട്ടത്തിലെ മൊയ്തീൻ. മടവൂര് ഔലിയാക്കിയ ആളാണ്. ഓനാ ഇരുത്തങ്ങൾ നോക്കണ്ട. അങ്ങനെ മൂടിപ്പോയിച്ചിരിക്കണിട്ട് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, മോശക്കാരനായി വിചാരിക്കണ്ട. ആ ഊട്ടിയിലെ കൊടും തണുപ്പില് സർവേക്കല്ലിൽ അണ്ണന്മാരിക്കണമാര് ഇങ്ങനെ കമ്പിളിയും പോയിച്ചിട്ട് ഇങ്ങനെ മൂടിയിരിക്കണിട്ട് മോശക്കാരനായി വിചാരിക്കണ്ട. ഓൻ ആരാന്നറിയ നിങ്ങള്? മുദബ്ബിറുൽ ആലം. ഇന്ന് ലോകം നിയന്ത്രിക്കണം ഓനാത്രേ. കേട്ടോളി. മടവൂർ ശൈഖുനായുടെ പിൻഗാമിയായ അതേ കദമിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ എത്ര പേർക്ക് മക്കളെ കൊടുത്ത് ഈ സദസ്സിൽ തന്നെ ഉണ്ടല്ലോ. കാലങ്ങളായി മക്കളില്ലാതെ കണ്ണീരും കഷ്ടപ്പാടുമായി കഴിഞ്ഞ എത്ര ആളുകൾക്ക് കേട്ടില്ല സഹോദരങ്ങളെ? ഈ കോമാച്ചിയാണ് ഇന്ന് ലോകം നിയന്ത്രിക്കണ ആലം 11 നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം. ഈ കാലഘട്ടത്തിലെ മുദബ്ബിറുൽ ആലം ഇവനാണ്, ഈ ഇരിക്കണ നമുക്ക്. എന്നാലോ അണ്ടകടാഹം മുഴുവനും ആലം മുഴുവനും നിയന്ത്രിക്കണ ഇവന് സ്വന്തം പിന്നെ പരിസരത്ത് നടക്കുന്ന കാര്യം നിയന്ത്രിക്കാൻ പോലുള്ള കഴിവില്ല. ഇപ്പൊ എന്നിട്ട് ഇപ്പൊ അനുയായികൾ പോലീസിൽ പരാതി എടുത്തേക്ക് എന്താ അറിയോ? ഇവനും കെട്ടിയോളും പലയിടത്തും ഇങ്ങനെ നടക്കും. കാലഘട്ടത്തിന്റെ മൈദീനാണല്ലോ, കാലഘട്ടത്തിന്റെ കപ്പിത്താനാണല്ലോ. ഇപ്പൊ ഗ്ലോബൽ വില്ലേജിൽ, ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നടന്ന കോലം നമ്മൾ കണ്ടല്ലോ. കൃത്യമായ അവരത്തൊന്നും മറക്കാതെ കെട്ടിയോളിപ്പന്റെ കൂടെ നടക്കണത്. അത് കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇപ്പന്റെ എതിരാളികൾ ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ എടുത്തതിനെതിരെ പരാതി പോലീസിൽ ഇപ്പന്റെ അനുയായികൾ. കേട്ടോളി. മണാലി യാത്ര നടത്തിയതിന്റെ പേരിൽ സൈബർ ഇടങ്ങളിൽ മതയാഥാസ്ഥിതികരാൽ അധിക്ഷേപിക്കപ്പെട്ട നബീസുമ്മയെ കേരളം മറന്നു കാണാനിടയില്ല. ഇതിന് സമാനമായ പരാതിയാണ് കോഴിക്കോട്ടെ സൂഫി ധാരയിൽപ്പെട്ട ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ആശയഭിന്നതയുടെ പേരിൽ AP വിഭാഗം സമസ്തയിൽ നിന്ന് പുറത്തുപോയ സാഫിയത്ത് സൂഫി നേതൃത്വമാണ് പരാതിക്കാർ. സൂഫി ധാരയിൽപ്പെട്ട കുടുംബങ്ങളെ പിന്തുടർന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഈ പരാതി. ഓരോ വ്യക്തിക്കും നമ്മുടെ മഹത്തായ ഭരണഘടന വകവെച്ച് നൽകുന്ന ഞങ്ങളുടെ മൗലികാവകാശങ്ങളെ, ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ പോലും ഹനിക്കുന്ന രൂപത്തിലുള്ള, ഒരിക്കലും നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള സെക്കുലർ രാഷ്ട്രത്തിൽ വെച്ചുപൊറുപ്പിക്കാനാവാത്ത രൂപത്തിൽ, പുറത്തേക്ക് കുടുംബസഹിതം ഇറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വേട്ടകളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു സൂഫി ധാരയെ പിന്തുടർന്നു പോകുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഞങ്ങളുടെ ഗുരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ഞങ്ങളുടെ ഗുരുവിനെതിരിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള പ്രഭാഷകർ, അതുപോലെ നേതാക്കൾ, ഇവരെ ഫാമിലിയെ, അതുപോലെ ചെറിയ മക്കളെ ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ചിത്രങ്ങളും അവരുടെ വീഡിയോകളൊക്കെ ഒളിക്യാമറ എടുത്ത് ഒപ്പിയെടുത്ത് അത് പൊതുമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കബളിപ്പിക്കുകയും അതുപോലെ തന്നെ പരിഹസിക്കുകയും ചീത്ത പറയുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്യുന്ന വലിയ ദുരന്തം എന്ന് തന്നെ പറയാം. റെയിൽവേ പോലീസ് വളരെ നന്നായിട്ടാണ് അന്ന് അവരെ പിടിച്ചതും കാര്യങ്ങൾ ചെയ്തതും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. ചേവായൂർ പോലീസ് സ്റ്റേഷനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ അവർ നന്നായി അന്ന് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ തുടർ നടപടികൾ ഇനിയും ഊർജിതപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതാണ് പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ എന്തോടോ നിങ്ങൾ മുദബ്ബിറുൽ ആലത്തിന് ഇത് തടയാനും നിയന്ത്രിക്കാനുള്ള അധികാരം കൈവന്നില്ലേ? ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും നിങ്ങളെ മടവൂരാണ്. അതിനുശേഷം ഈ കാലഘട്ടത്തിലെ മുദബ്ബിറുൽ ആലമാണ് നിങ്ങളെ കോമാച്ചി എന്നുള്ള ഇത്രയും കാലം പറഞ്ഞത്, ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. നിങ്ങളെ പരിസരത്ത് നിന്ന് ഫോണിൽ നിങ്ങളെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് തടയാൻ നിങ്ങളെ കൊണ്ട് കഴിയണില്ല. ഒരു ആൻഡ്രോയിഡ് ഫോൺ നിയന്ത്രിക്കാൻ പറ്റാത്ത നിങ്ങളെ കോമാച്ചിയാണോടോ ആലം നിയന്ത്രിക്കുന്നത് തന്നെ? എന്ത് നിയന്ത്രണം നിങ്ങൾക്കുള്ളത്? മനസ്സിലായില്ല.
ഒരു പത്രസമ്മേളനത്തിൽ വന്നിട്ട് വിളിച്ചിട്ട് പറയണ എന്ത്, ഓരോ വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശമുണ്ട്, അതിന് തടയിടുന്നു. മൗലികാവകാശത്തിന്റെ പേരിൽ നിങ്ങളൊന്ന് റോട്ടുമ്പോ കൂടി തുണി കഴിച്ച് നടന്നാണി, അത് മൗലികാവകാശമാണല്ലോ, നടക്കുവോ? ഇവിടെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു തിന്മ ഒരു പണ്ഡിതൻ ചെയ്താല് സമൂഹം ഒരേ രീതിയിലാവൂല വിലയിരുത്തുക. അത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ തോന്നിയ മാതിരി എവിടെയും വരെയൊക്കെ നടന്നിട്ട് ഞങ്ങളുടെ മൗലികാവകാശത്തിന്റെ മുകളിൽ കടന്നു കയറ്റമാണെന്നുണ്ട് പത്രസമ്മേളനത്തിൽ വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്കളെ ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എത്ര IPC ഇന്ന വകുപ്പ് പ്രകാരം അവർക്കെതിരെ കേസെടുക്കണം. എന്താ IPC ഇങ്ങോട്ടോ? നിങ്ങൾ ലോക പീനൽ കോഡ് നിയന്ത്രിക്കുന്ന, അത് നിർമ്മിക്കുന്ന, അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുള്ള നിങ്ങൾ ഔലിയാക്കള്. എന്നിട്ടപ്പോ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നിങ്ങൾ നിയമം നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നത് തന്നെ. ലോകത്തിന്റെ മൊത്തം പീനൽ കോഡ് നിങ്ങളെ കയ്യിലാണല്ലോ, നിങ്ങൾ ഔലിയാക്കളെ കയ്യിലാണല്ലോ. ഓരോ കാര്യം ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നിയന്ത്രിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും എല്ലാം നിങ്ങൾ ഔലിയാക്കളാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം IPC പ്രകാരം അവർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആ പത്രക്കാരോട് ആവശ്യപ്പെടുന്നു. പോലീസ് കമ്മീഷണറോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊഴുപ്പില്ലാത്ത വർഗം പറയാണ്. സുഹൃത്തുക്കളെ, ഇതിങ്ങനെ തന്നെ പറയണം ഈ ശൈത്താന്മാരോട്. കാരണം എന്താ അറിയോ, ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും, ഒരു സെക്കൻഡ് പോലും ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിലേക്ക് അടുക്കരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് അതിനും വേണ്ടി ജൂതന്റെ അച്ചാരം പറ്റി പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിലെ ദജ്ജാലുകളാണ് ഈ കോമാച്ചി മക്കളും. മനസ്സിലായോ? കാരണം ഓരോ സെക്കൻഡിലും അവർ ഔലിയാക്കളായിട്ടാണ് ബന്ധം. ഓരോ സെക്കൻഡിലും ഒരു സെക്കൻഡ് പോലും അള്ളാഹുവുമായി ഇവർക്ക് ബന്ധമില്ല. അവരെന്നെ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെല്ലായിടത്തും ആ ഇസ്തിഗാസ വളരെ വ്യാപകമാക്കിക്കൊണ്ടിരിക്കല്ലേ. കാരണം ഓരോ ഇസ്തിഗാസ നടത്താൻ അങ്ങനെ പ്രത്യേകം തുണിങ്കുപ്പായ കെട്ടി സ്ഥിരിട്ടിട്ട് അങ്ങനെ ഇറങ്ങൊന്നും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷങ്ങളിലും അനുനിമിഷങ്ങളിൽ, മറ്റാൾ പറഞ്ഞില്ലേ ആനം ഫആനൻ, അതെ, ഓരോ നിമിഷങ്ങളിലും അനുനിമിഷങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ മശായിഖന്മാരോട് ഇസ്തിഗാസ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. അത് ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ ഏതു സമയത്തും. ഞങ്ങൾ ഓരോ നിമിഷവും അനുനിമിഷവും ഞങ്ങളുടെ മശായിഖന്മാരോട് ഇസ്തിഗാസ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും. അപ്പൊ അള്ളഹാനോട് ചോദിക്കാൻ പോലും ഒരു സെക്കൻഡ് പോലും ഒഴിവില്ല. കാരണം ഓരോ നിമിഷവും അനുനിമിഷവും ഞങ്ങൾ മശായിഖന്മാരോട് ഇസ്തിഗാസ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഇവന്മാർ മതമേരങ്കി അണിഞ്ഞ മതനിഷേധികളാണ്. ഇവരുടെ മതം ഇസ്ലാം അല്ല, ഇവരുടെ മതം കുരുവട്ടൂരിസമാണ്. ഇവന്മാര് പറയാം അഭിമാനത്തോടെ, ആ ഇസ്തിഗാസ ഉണ്ടല്ലോ ഓരോ നിമിഷവും മശായിഖന്മാരോട് ഇങ്ങനെ എരന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്, അത് ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെ പല ശൈത്താന്മാർക്കും പല ആസ്വാദനം ഉണ്ടാവും. MDMA അടിച്ചു കയറ്റുന്ന ആൾക്കാർ ആസ്വദിക്കണില്ലേ? കഞ്ചാവ് അടിച്ചു കയറ്റുന്ന ആൾക്കാർ ആസ്വദിക്കണില്ലേ? വ്യഭിചരിക്കുന്ന ആൾക്കാർ ആസ്വദിക്കണില്ലേ? കള്ളു മോന്തുന്ന ആൾക്കാർ ആസ്വദിക്കണില്ലേ? ലോകത്ത് ഏതൊരു കൊടിയ തിന്മ ചെയ്യുന്ന ആളുകൾക്കും അവരുടേതായ ആസ്വാദനം ഉണ്ടാവും. ആ ആസ്വാദനം ശൈത്താൻ അങ്ങൾക്കും തോന്നിപ്പിച്ചു തരുന്നുണ്ടാവും. എന്തായാലും സംശയം? നിങ്ങൾ ആസ്വദിക്കത് കഴിഞ്ഞിട്ടില്ല വല്ല ആസ്വാദനം. പറഞ്ഞു ഇവന്മാര് എവിടെ എത്തിന്നറിയോ? ഞങ്ങളെ മശായിഖന്മാര് നരകത്തിലാണെങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ. കേട്ടോളി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞോട്ടെ, നിങ്ങളോടൊരു വാക്ക് ഞങ്ങൾ കൊണ്ടോട്ടി മശായിഖന്മാരെ പറഞ്ഞതുകൊണ്ട് പഴച്ചു പോകും, ഞങ്ങൾ നരകത്തിലായി പോകും എന്നാണ് ഞങ്ങളോട് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ. മഹാനരായ ശൈഖുന മടവൂരും മഹാനരായ തൃപ്പനിച്ചി ഉസ്താദും ബീരാനൗലിയപ്പാപ്പയും ശംസുൽ ഉലമയും ഇവരൊന്നിച്ചെടുത്ത തീരുമാനം പഴച്ചതാണെങ്കിൽ ഞങ്ങൾ ആ പഴവിന്റെ കൂടെയാണ്. അവർ പോകുന്നിടത്തേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. അവര് നരകത്തിൽ പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ആ നരകം ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. നരകം എന്ന് പറഞ്ഞാൽ മൈസൂർ പാലസ് അല്ല. നമുക്ക് ഞങ്ങളെ മശായിഖന്മാരൊക്കെ ആണ്ടുണ്ടെങ്കിൽ ഞങ്ങളും അങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് കോന്തൽമ തൂങ്ങാന് എന്താണ് നരകം? ഇവന്മാർക്ക് അതാ പറഞ്ഞു, പരലോകത്തിലും വിശ്വാസമല്ല, സ്വർഗത്തിലും വിശ്വാസമല്ല, നരകത്തിലും വിശ്വാസമല്ല. പരലോകത്തിലെ മശായിഖന്മാരിങ്ങനെ തപ്പിടക്കിയേക്കാർ അവിടെ ഓരോരുത്തരും എത്ര മഹാനാണെങ്കിലും എന്റെ തടി എന്റെ തടി എന്റെ തടി എന്ന് പറഞ്ഞ് സ്വന്തം നഫ്സിനെ ഓർത്ത് വിലപിക്കുന്ന രംഗാണ്. ആ സ്ഥലമാണ് പരലോകം. അവിടെ നരകത്തിൽ പോലെ മശായിഖന്മാരിങ്ങനെ കാത്തിരിക്കുണ്ടാവും. പല മടവൂരും മറ്റുള്ള വിരാന്തന്മാരും മട്ടന്മാരൊക്കെ ഈ ശുർക്കും കുഫറും പ്രചരിപ്പിച്ച ആൾക്കാരൊക്കെ ഇവരങ്ങനെ കാത്തിരിക്കുണ്ടാവും. നരകത്തിൽ ഇങ്ങനെ നമ്മളെ കോമാച്ചി മക്കളല്ലേ വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചു നേരം നമ്മളെ തലയിൽ കെട്ട് ഊരിയിട്ട് ഓൽക്കൊന്ന് വീശി കൊടുക്കുക. അറ്റിങ്ങൾ കുറെ കാലം ഈ ഭൂമിയിൽ ഞമ്മക്കും വേണ്ടി നാക്കിട്ടടിച്ചതല്ലേ, ഒന്ന് വീശി കൊടുക്കുക എന്ന് വിചാരിച്ചു കണ്ട് മശായിഖന്മാരിങ്ങനെ കസാരയിൽ കാൽമക്കാലി കയറ്റി ചടങ്ങിയിരിക്കുന്നുണ്ടാവും. അതാ നരകം. എന്തൊരു ഹംകിങ്ങളാണ് പഠിച്ചോ. നെറ്റിങ്ങളൊക്കെ ധാരണ എന്താണ് സ്വർഗത്തിനെ കുറിച്ച് നരകത്തിനെ കുറിച്ച്? ഒരു ധാരണയില്ല. ഇനി ഇല്ലായിട്ടല്ല, ഇവന്മാർ ഈ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി അച്ചാരം വാങ്ങി കച്ച കെട്ടി ഇറങ്ങിയ ശൈത്താന്മാരാണ് ഇവര്. മനസ്സിലായോ?
ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അള്ളാഹിനോടുള്ള സ്നേഹോ ദീനിനോടുള്ള സ്നേഹോ മശായിഖന്മാരുള്ള സ്നേഹോ ഔലിയാക്കന്മാരുള്ള സ്നേഹമൊന്നുമല്ല. ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന എന്താണ്? ഇവർക്ക് കാന്തപുരം ഗ്രൂപ്പിനാണ് നശിപ്പിക്കണം. കാരണം ഇവന്മാരെ പിടിച്ച് സംഘടനയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയ പേരോടും ടീമും പിടിച്ച് പുറത്താക്കിയ പക ഉണ്ടല്ലോ, ആ പക കണ്ട് പോക്കാൻ വേണ്ടി എന്ത് തോന്നിയാസം പറയണം, അത്രേ ഉള്ളൂ. കാരണം സംഘടനയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഫോർച്യൂണറിലും ഇന്നോവയിലും കറങ്ങേണ്ട ആൾക്കാര് ഇന്ന് പോലും നാനോ കാറിലാണ് നടക്കണത്. അതാണ് അവസ്ഥ. അത്രയും പരിതാപകരാണ്. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോണ്ട് ഈ കോമാച്ചിന്റെ അളിയുണ്ടല്ലോ അൻവരി ഉണ്ട് KSRTC ബസിന്റെ കമ്പിമില് തൂങ്ങി കണക്കണ് രാത്രി. അപ്പൊ ഓനൊക്കെ കുറച്ചു കാലം കൂടി സംഘടനയിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നോവയിലും ഫോർച്യൂണറിലും കറങ്ങേണ്ട ആളാണ്. അത് പേരോട് പിടിച്ചിട്ട് പുറത്ത് കിട്ടു ആ പക. അപ്പൊ പേരോട് അള്ള ഒന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നാളെ 2 ഉണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പൊ കബറിന് സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് പേരോട് പറഞ്ഞപ്പോ അതിനെതിരെ കണ്ടോളി. ഇങ്ങനെ കൊണ്ടോട്ട് തങ്ങൾക്കുമാർക്ക് സുജൂദ് ഇപ്പൊ പേരോട് അടുത്ത് പ്രസംഗിച്ചിട്ടില്ലേ അജ്മീർ, അവിടെ ആളുകൾ സുജൂദ് ചെയ്യണോ? ഓ ഇവരിങ്ങനെ നടന്നിങ്ങനെ തൗഹീദ് ഉണ്ടാക്കാന്ന് പോയി ചങ്ങായിമാരെ, ഒരാളൊന്ന് കുമ്പിട്ടാ സുജൂദാക്കുക. അല്ല ഞാൻ പറഞ്ഞു അണ്ടി പൊറുക്കാൻ കുമ്പിട്ടാ റുക്കുവാക്കുങ്ങൾ. ഒന്ന് നമ്മളെ കശുവണ്ടി പൊറുക്കാൻ വേണ്ടി ഒരാൾ കുമ്പിട്ടാ കണ്ടോ? ഈ രൂപത്തിൽ ഒരാളൊന്ന് കുമ്പിടുമ്പോത്തിനും ഒന്ന് ഇതാകുമ്പോത്തിനും ഒക്കെ ആക്കുക. അജ്മീർ സുജൂദാൾ പ്രസംഗിച്ചില്ലേ, അവിടെയും പറഞ്ഞു അടുത്ത് നമ്മൾ കേട്ടില്ലേ ഷിയാക്കളാണത് ഒക്കെ ഷിയ. അപ്പൊ അജ്മീറിൽ ചില ആൾക്കാരെ സുജൂദ് ചെയ്യണതിന്റെ പേരോട് പ്രസംഗിച്ചപ്പോ അതിനെതിരെ ഒന്ന് പോയി ചങ്ങായിമാരെ, നിങ്ങളൊരു തൗഹീദ് എന്ന് കേൾക്കണ തന്നെ ഈ ചങ്ങായിമാർക്ക് ഒരു അലർജി. തൗഹീദ് എന്ന് കേട്ട അപ്പ പുച്ഛം. അപ്പൊ കബറങ്ങ പോയി സുജൂദ് ചെയ്യുക, ഒരാൾ അണ്ടി പെറുക്കാം കുമ്പിട്ടുന്നാലും സുജൂദ് തന്നെ. ഏത് അണ്ടിയോട് നിങ്ങൾ കബറങ്ങ പൊറുക്കാനുള്ളത്? നിങ്ങൾ കുറച്ച് തല തിരിഞ്ഞ മോലിയമാര് കബറങ്ങ പോയിട്ട് സുജൂദ് റുക്കു എന്ന് പറഞ്ഞ് കുമ്പിട്ടെന്ന് കുത്തിമറിയുണ്ടെന്നല്ലാതെ വേറെ ഏത് അണ്ടിയോടെ പൊറുക്കാനുള്ളത്? കബറങ്ങനെ അണ്ടി പൊറുക്കല് അത് സുജൂദല്ലല്ലോ, പിന്നെ എന്താണ് അവിടെ? എന്നാ പിന്നെ ഞങ്ങളൊന്ന് കണ്ടുനോക്കി, കുറച്ച് ആൾക്കാർ അണ്ടി പെറുക്കാൻ വേണ്ടി കുത്തിമറിയണത് കണ്ടുനോക്കി. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചെറുതുരുത്തി ശ്മശാനത്തിൻ്റെ അടുത്ത് ആസ്ഥാന ഹക്കാനിയ റഹ്മാനിയ എന്നൊരു മജ്ലിസ്, ഒരു സൂഫി വര്യരുടെ ആസ്ഥാനത്ത് ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ ഫോണിലും മൊബൈലൊക്കെ കാണാറുണ്ട് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ, പക്ഷെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയത് ഇന്നലെയാണ്. പൈസ ഇങ്ങനെ മേലക്കിങ്ങനെ എറിയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മൊബൈലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. നേരിട്ടിട്ട് പൈസ ഇങ്ങനെ എറിയുക, അതുപോലെ സുജൂദ് ചെയ്യുക, അതുപോലെ കയ്യും കാലൊക്കെ മുത്തമിടുക, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഉമർ ഷാ ഖാദ്രി എന്ന സൂഫി വര്യർ മരണപ്പെട്ടിട്ട് 2 വർഷമായി. അദ്ദേഹത്തിൻ്റെ ആണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പദവികളെല്ലാം അദ്ദേഹത്തിൻ്റെ മകൻ കബീർ ഷാ ഖാദ്രിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളാണ് ഈ മുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുത്തുന്നുണ്ട്. ഇവരുടെ മുരീദന്മാരും ഖലീഫമാരാണ് ഈ മുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ പച്ച ഡ്രസ്സിട്ടാണ് ഇവരുടെ ഖലീഫമാർ, മറ്റതൊക്കെ മുരീദന്മാരാണ്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അവിടുന്ന് ശേഖരിച്ച അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. സഹോദരങ്ങളെ, നെഞ്ചു പൊട്ടണം. ഇത് ഉത്തരേന്ത്യയിലൊന്നല്ല നടക്കുന്നത്, ഈ കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചെറുതുരുത്തിയിൽ നടക്കുന്ന സംഭവമാണിത്. മനസ്സിലായോ? അപ്പൊ അവിടെ അങ്ങനെ ആ കാൽ തൊട്ട് വയ്ക്കാണ്ട് ഇങ്ങനെ അങ്ങനെ ആ കുമ്പിട്ടിക്കണതും കുത്തിമറിഞ്ഞൊക്കെ ആരണ്ടി പൊറുക്കാൻ, ഏത് അണ്ടി പൊറുക്കാനത്? എന്താ അവിടെ നടക്കുന്ന തോന്നിയാസം? ഇതൊക്കെ ഉത്തരേന്ത്യയിൽ എത്രയും കാലം കണ്ടിട്ടുള്ളൂ. ഈ കേരളത്തിലേക്ക് പറിച്ചു നടാനും ഇതിവിടെ സ്ഥാപിക്കാനുള്ള പെടാപ്പാടാണ് ഇപ്പൊ ഈ കോമാച്ചിൻ കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ നിങ്ങള്? അപ്പൊ സുഹൃത്തുക്കൾ, ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവന്മാര് കാന്തപുരം ഗ്രൂപ്പിലെ പണ്ഡിതന്മാര് എന്താണോ പറയണത് അതിനെതിരെ പറയാന്നല്ലാതെ വേറെ ഒരു പോളിസി ഇവന്മാർക്കില്ല. അത്ര ഉള്ളവർക്ക് അതിന് ഇത്രയും കാലം പഠിപ്പിച്ച ഉസ്താദുമാരാണെങ്കിലും, ഇത്രയും കാലം ഇവരെന്നെ മധു പറഞ്ഞ മഹാന്മാരായ ഉസ്താദുമാരാണെങ്കിലും ഇപ്പൊ പച്ച തെറി പറയാ. ആദ്യം കുറെ കാലം പേരൊന്നും പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞപ്പോ കാന്തപുരത്തിനെ പറയാൻ തുടങ്ങി. അവസാനം എത്രയും കാലം ഇവനൊക്കെ പഠിപ്പിച്ച സുലൈമാൻ മുസ്ലിയാർ അടക്കം തെറി പറയാൻ തുടങ്ങി. ഇപ്പൊ ആ കണ്ടോല മുഴുവനും കടിച്ച പിരാന്ത നായിക്ക് എന്ത് കുമാരമാശി എന്ന് പറഞ്ഞ മാതിരി. അങ്ങനെയാണല്ലോ, നായിക്ക് പിരാന്ത നൽകിയൊക്കെ പിന്നെ നമ്മളെ സ്കൂളിൽ ഹെഡ് മാസ്റ്റല്ലേ കുമാരമാസ്റ്റല്ലേ മൂപ്പര് അങ്ങനെ കടിച്ചാൻ പറ്റുമോ? നായിക്ക് വല്ല ബോധം ഉണ്ടാവോ? കണ്ടോല മുഴുവൻ കടിച്ച ആ പിരാന്ത നായിന്റെ അവസ്ഥയാണ് ഈ കുരുവട്ടൂരികൾ ഇപ്പോ. അപ്പൊ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സമസ്തക്കാരായ സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ തിരിച്ചറിയണം. ഈ സമസ്തയുടെ മറവിൽ, സമസ്ത എന്ന പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതും ഷിയായിസമാണ്.
ആ ഷിയായിസത്തിനെ വെളുപ്പിച്ചെടുക്കുന്ന പണിയാണ് ഈ കുരുവട്ടൂരികളെ പോലെയുള്ള ചില ആളുകൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കി യഥാർത്ഥ ഹക്കിന്റെ കൂടെ നിൽക്കാൻ, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും സാധാരണക്കാരായ സമസ്തക്കാർ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ള വിഷയങ്ങൾ വരും എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.